മഞ്ജരി മോളെ ഞങ്ങള് LIC ചെയ്യുന്ന ആൾക്കാരാ, ഞങ്ങളെ കടത്തി വെട്ടിയല്ലോ. അമ്മാരി വർത്താനം. എനിക്കിഷ്ടം എന്റെ കുക്കിംഗ്, ഞാൻ തന്നെ തിന്നും. വേറെ ആരും കഴിക്കില്ല? ഇല്ല, വേറെ കഴിക്കും, പക്ഷെ അത് പെട്ടെന്ന് തീർന്നു. ഞാൻ തന്നെ കഴിച്ചിട്ട് തീർന്നു പോതാ. എന്താ പറയാ, ഞാൻ തിരിച്ചു വീണ്ടും ഇതിലേക്ക് പോകുന്നു വിചാരിച്ചു. എനിക്കൊന്നും ഫുഡ് കിട്ടിയില്ലേലും സന്തോഷം. ഞാനൊരു അഹങ്കാരിയാണെന്നുള്ളത് അത് പറഞ്ഞ് പരത്തി കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധം വന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഗായിക മഞ്ജരിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഓണവിശേഷങ്ങൾ, നിരവധി പാട്ടുകൾ, സംഗീത സാന്ദ്രമായ ഒരു ഓണം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക്, സമകാലിക മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്ന് തന്നെ ഞാൻ ഉറപ്പ് തരുന്നു. അങ്ങനെ തന്നെയല്ലേ? ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, മഞ്ജരി കുറേ നാളായി മഞ്ജരിയെ വിളിക്കണം, മഞ്ജരി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരണം എന്നൊക്കെ വിചാരിക്കുന്നത്. ഇപ്പോഴാണ് സമയം, നല്ല സമയം, ഓണമാണ്. അപ്പോൾ ആദ്യം പാടിയത് തരംഗിണിയുടെ ഓണപ്പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. ആ ഒരു ഓണപ്പാട്ട് മഞ്ജരിയെ സംബന്ധിച്ച് അതൊരു ഓപ്പണിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അല്ലേ? ഓപ്പണിംഗ് തന്നെയാണ്. ഈ കുറെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ചിന്തിക്കുമ്പോ അതൊരു ഓപ്പണിംഗ്. അന്നത്തെ കാലത്ത് അതൊന്നും അറിയില്ല. ചെറിയ കുട്ടി സ്കൂളിൽ പഠിക്കുന്നു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു, ചെന്നു, പോയി പാടി തിരിച്ചു വന്നു. അപ്പൊ അത്രേ ഉള്ളൂ ആ ഒരു സമയത്തുള്ള ഒരു. പക്ഷെ എന്നും ഈ പൊന്നോണം എന്നാണ് ആ കാസറ്റിന്റെ പേര്. അപ്പൊ അത് എന്റെ എന്നത്തെയും പൊന്നോണമായി മാറി. അതുകൊണ്ട് തന്നെ വേറൊരു പാട്ട് പാടാൻ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ പാട്ടിലങ്ങ് തുടങ്ങാം അല്ലേ? അതല്ലേ അതിന്റെ ഒരു. തീർച്ചയായിട്ടും അത് എനിക്ക് ദാസേട്ടനാണ് എന്റെ ഗുരു. അദ്ദേഹത്തെ ഞാൻ അത്രയും ദൈവതുല്യമായി കാണുന്ന ഒരു എന്റെ ഗുരുനാഥനാണ്, പ്രിയപ്പെട്ട. അപ്പൊ അദ്ദേഹമാണ് അന്ന് മ്യൂസിക് ഡയറക്ടറിന്റെ ചെയറിൽ ഇരുന്ന് എനിക്ക് പാട്ട് പഠിപ്പിച്ചു തന്നത്. വലിയൊരു ബ്ലെസ്സിങ് അല്ലേ? തീർച്ചയായിട്ടും. അത് മോഹൻ സിത്താര സാറിന്റെ സംഗീതമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആരാണ് മ്യൂസിക് ഡയറക്ടർ, ഈ കോൺസെപ്റ്റേ ഇല്ല. മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ്, അതൊക്കെ ആരാന്ന് അറിയില്ല. നേരെ പോന്നു, പാടാൻ ചെല്ലുന്നു, തിരിച്ചു പോയി. ഇപ്പൊ ദാസങ്ങളാ പാടിച്ചത്, അതേ ചെന്നു പാടി. അപ്പൊ അതാണ് എന്റെ ഒരു ഓർമ്മ. പിന്നീടാണ് മോഹൻ സാറിന്റെ പാട്ടാണ് ഞാൻ ആദ്യം പാടിയിരുന്നത് എന്നുള്ളത് ചിന്തിച്ചത്. അപ്പൊ അതില് 2 പാട്ട്, ഒന്ന് ദാസേട്ടനോടൊപ്പം ഉള്ള ഒരു ഡ്യുവറ്റ് ആയിരുന്നു, പിന്നെ ഒന്നൊരു സോളോ. നല്ല വരികൾ, നല്ല നല്ല പാട്ട്. അപ്പൊ ഞാൻ അത് തന്നെ പാടി തുടങ്ങാം. അങ്ങോട്ടിങ്ങോട്ടാടാട് തിരുവോണം വരവായി മനസ്സിന്റെ മടിയിലിരുന്നാട് ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ. തിരുവോണപ്പുലരിയും ഒക്കെയാണല്ലോ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മാറിയൊരു പാട്ടാണല്ലോ, വേറൊരു ടൂണ്, വേറെ രസമുള്ള സാധനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓണത്തിന്റെ ഒക്കെ ഓർമ്മകൾ എങ്ങനെയാ? മഞ്ജരി കൂടുതലും നാട്ടിലായിരുന്നില്ലല്ലോ പഠിച്ചതൊക്കെ വിദേശത്ത്, മസ്കറ്റിലായിരുന്നു. അതെ. അപ്പൊ എന്റെ ഓർമ്മകളൊക്കെ അവിടത്തതാണ്. നാട്ടിൽ വരുന്നതൊക്കെ ഈ ജൂൺ ജൂലൈ, അവിടെ സ്കൂള് പൂട്ടുമ്പോ ഇവിടെ മഴക്കാലം, ഇവിടെ സ്കൂള് തുറക്കുന്ന സമയം. അപ്പൊ അതാണ് എന്റെ നാട്ടിലുള്ള ഒരു ഓർമ്മ എല്ലാ വർഷത്തെയും. അല്ലാതെ ഞങ്ങള് ആഘോഷിച്ചതൊക്കെ മസ്കറ്റിലാണ്. അപ്പൊ അവിടെ ഈ കോമ്പറ്റീഷൻ, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഓണത്തിന്റെ തൊട്ട് മുന്നേ ആയിരിക്കും ഈ കലോത്സവം പോലെ ഇഷ്ടം പോലെ കോമ്പറ്റീഷൻ. ഇതെല്ലാം പങ്കെടുത്ത് കഴിഞ്ഞ് പ്രൈസ് കിട്ടുമ്പോൾ ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സമയം ഓണാഘോഷമാണ്. അപ്പോൾ നാട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു ആക്ടറോ ഡയറക്ടറോ ആരെങ്കിലും ഒരാള് ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്കുക, ഇതൊക്കെയാണ് ഓണക്കാലത്തുള്ള വിശേഷങ്ങൾ. ഈ പൂക്കളൊന്നും നമുക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. കിട്ടുന്നത് മറ്റേ മണമില്ലാത്ത പൂവൊക്കെ ഇല്ലേ, പേർപ്പിൾ കളറിലുള്ള പെരിവിങ്കിൾ എന്ന് പറയും, അതൊക്കെ കിട്ടും. അത് മറ്റേ സ്റ്റിക്കർ ഇട്ടിട്ട് നിലത്തൊട്ടിച്ചൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് പൂക്കൾ ഇടുന്നത്. കിട്ടുന്നത് വെച്ച് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് ഇവര് പൂക്കൾ കൊണ്ടുവരാൻ തുടങ്ങി. നല്ലപോലെ ഫ്രീസ് ഒക്കെ ചെയ്ത് വെച്ച് നല്ല സെറ്റാക്കി അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് പിന്നെ വെച്ചാൽ വിപുലമായി തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ വന്നു തുടങ്ങി. നാട്ടിൽ നിന്ന് കഥകളി, നാട്ടിലത്തെ കുറേ ആർട്ട് ഫോംസ് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പം ശരിക്കും ഞാൻ നാട് മിസ് ചെയ്തില്ല. കേരളം എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഈ
മസ്കറ്റിലാണെങ്കിലും എല്ലാ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ചിരുന്ന് പച്ചക്കറി കരയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഇരുന്ന്, അങ്കിളുമാരും എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഒരുമിച്ചിരുന്ന് ഇലയിൽ ഭക്ഷണമൊക്കെ കഴിച്ച്, അതൊക്കെ നല്ല ഓർമ്മകളാണ്. അവിടെ ഈ മലയാളം അസോസിയേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അവര് ഇത് ഓണം കേരളം നമ്മൾ മറക്കരുത് എന്നുള്ള രീതിയിൽ കേരളം അവര് അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അത്രയും നല്ല ഓണം ഓർമ്മകളാണ് മസ്കറ്റില്. പക്ഷെ പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം കോളേജ് പഠിക്കുന്ന സമയത്ത് നാട്ടിൽ വന്നപ്പോഴാണ് ശരിക്കും ഓണത്തിന്റെ വൈബ്. ഓ, അത് ഭയങ്കരമായിരുന്നു. കോളേജ് സമയത്താണ് ഞാൻ നാട്ടിൽ വരുന്നത്. അപ്പൊ ഈ പൂക്കള മത്സരം ഇതൊക്കെ കോളേജിലുണ്ട്. അപ്പൊ നമുക്കറിയുന്ന പൂക്കൾ അതൊക്കെ, ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. ഞങ്ങള് കുറച്ച് കാര്യത്തിൽ ഒരു ചെറിയ പാക്കറ്റിൽ കുറച്ച് പൂവൊക്കെ എടുത്തിട്ട് പൂക്കള മത്സരത്തിന് പോകുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് പല കോntest അല്ലേ, അവര് വലിയ സെറ്റപ്പ് മറ്റേ കോമ്പസും ഇതൊക്കെ വെച്ച് അളന്ന് മുറിച്ച് സർക്കിളൊക്കെ വരയ്ക്കുന്നു, സ്ക്വയർ വരയ്ക്കുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ പൂക്കള മത്സരത്തിന് റൂൾസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. എന്റെ കോളേജ് ലൈഫിലാണ് ശരിക്കും കേരളം എൻജോയ് ചെയ്തത്. കണ്ണൂരേക്കുള്ള ഒരു ഓർമ്മ എങ്ങനെയാ? കണ്ണൂർ ഭയങ്കര സ്വീറ്റ് ഓർമ്മകളാ. എന്ന് വെച്ചാൽ ഞാൻ 4 വയസ്സ് വരെ കണ്ണൂർ ജീവിച്ചു. ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സംസാരിക്കുമ്പോൾ അവര് പറയും തള്ളുക എന്ന് പറയും. പക്ഷെ ഇത് 4 വയസ്സ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ എന്നെ സ്കൂളിൽ ചേർത്തിരുന്നു. അത് എനിക്കത് സെന്റ് തെരേസാസാന്ന് തോന്നുന്നു. സെന്റ് തെരേസാസിൽ ചേർത്തിരുന്നു. KG 1 എന്തോ, അതെനിക്ക് ഓർമ്മയില്ല. ബാലവാടിയിലൊക്കെ പോയിട്ടുണ്ട് അവിടെ. പിന്നെ ബാലവാടിയിലുള്ള എന്റെ ഓർമ്മ എന്താ വെച്ചാൽ ഈ കഞ്ഞിയും പയറും തരും. അതൊന്നും കഴിക്കാനേ ഇഷ്ടല്ല, വീട്ടിൽ പോണം. ഇത് ഞാനെടുത്ത് മറച്ചു കളയും കിണറ്റിന്റെ സൈഡില്. ആ കിണറ്റിന്റെ സൈഡിൽ ഇത് ആരും അറിയാണ്ട് മറച്ചു കളഞ്ഞു. ആ ചെവിക്ക് നുള്ളു കിട്ടുന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ പോകാൻ ഇഷ്ടമല്ല. അപ്പൊ എന്റെ അച്ഛന്റെ അമ്മ ആണ് എന്റെ മെയിൻ ഫ്രണ്ട്. അപ്പൊ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങളുടെ തറവാട് ചെറുകുന്ന. അപ്പൊ അവിടെ വലിയ വീടും പറമ്പും ഇതൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പൊ തൊട്ടപ്പുറത്ത് അയൽവാസികളും കുറെ പേരുണ്ട്. അപ്പൊ ഞാൻ ഈ ഓടി നടന്നു ഈ വയലിലൂടെയൊക്കെ. അങ്ങനത്തെ ഒരു അമ്പലമൊക്കെ ഇല്ലേ, ചെറുകുന്ന ഉണ്ട്, ചെറുകുന്ന അമ്പലം, രസമുള്ള അമ്പലം. അപ്പൊ എന്റെ ചില ഓർമ്മകളിലുള്ളത് ഈ വൈകിട്ടാവുന്നത് ഈ അമ്മ ഈ പഴം ഇങ്ങനെ പുഴുങ്ങിയിട്ട് വായയിലോട്ടുള്ള ഒരു തീറ്റിക്കലുണ്ട്. അത് പക്ഷെ കണ്ണൂർ ഭാഗത്ത് ഉള്ളതായി, ബാക്കി അറിയില്ല. എന്റെ എല്ലാ ഫാമിലിയിലുള്ള എല്ലായിടത്തും പറഞ്ഞ ഈ വൈകുന്നേരം ആകുമ്പോ ഒരു പഴം കുഴച്ചിട്ട് വായിലേക്ക് തിരികണം. അതൊരു എന്ന് വെച്ചാൽ അതൊക്കെ എന്റെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓടി നടക്കും. അപ്പൊ അവിടെയുള്ള അതിൽ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ, മെയിൻ റോഡാണ്, പോകുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ എടുത്ത് വിളിക്കും, ഹലോ ഇത്രേ ഉള്ളൂ വിളിക്കും. അപ്പൊ അവർക്കൊക്കെ എന്നെ അറിയാം. അപ്പൊ ഭയങ്കര അവിടെ കുസൃതിയാ. പിന്നെ ഈ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ പ്രവാസിയായിട്ട് വളർന്നുകൊണ്ടായിരിക്കും ഇതിനോടൊക്കെ ഭയങ്കര ഒരു കൗതുകം. ഉച്ചയ്ക്ക് ഒരു 2:30 മണിയാകുമ്പം സൈക്കിളില് ഈ പാല് കൊണ്ടുവരും. ഇപ്പോഴും ഭയങ്കര കൗതുകമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇന്നത്തെ ജനറേഷൻ കുറെ മിസ് ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്ത് ആ സമയം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക 2:30 മണിക്ക്. എന്ന് വെച്ചാൽ ഒരു പൈപ്പ് തുറക്കുമ്പം വെള്ള കളർ ലിക്വിഡ് വരുന്നത് കാണുമ്പോഴേ അയ്യോ ഈ പാൽ എങ്ങനെ ഒരു ഇതിനകത്ത് കൂടെ വരുന്നതെന്നുള്ള. അപ്പൊ അത് ശരിക്കും ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും, എന്താ സംഭവം എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകം. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു പാത്രം എടുത്ത് ഞാൻ പോയി നിൽക്കും. അപ്പൊ എൻ്റെ അമ്മമ്മ കൂടെ ഉണ്ടാവും. അപ്പൊ 2 പേരും കൂടെ നിന്നിട്ട് ആ പുള്ളി ഒരു സാധനത്തില് പാലൊക്കെ എടുത്ത് ഇങ്ങനെ ഒഴിച്ച് അപ്പൊ അത് നോക്കുക, കൗതുകം. പിന്നെ നമ്മുടെ പവർ കട്ട് ആ സമയത്ത് ആ ഭാഗത്തൊക്കെ ഒരു രസം. മീൻ ഇങ്ങനെ കൊട്ടയിൽ കൊണ്ടുപോകും. അപ്പൊ അവര് കൂവി വിളിക്കും. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് നല്ല ആ ഇലയില് മീനൊക്കെ ഇങ്ങനെ വിൽക്കുന്നതും. അതേപോലെ ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കൾ കുറെ ഇൻഡസ്ട്രിയിലുള്ളവര്, തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ളവരുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു മുല്ലപ്പൂ ഒക്കെ എനിക്ക് ഭയങ്കര ക്രേസാണ് മുല്ലപ്പൂ. അപ്പൊ ഈ മുല്ലപ്പൂ ഇവര് കണ്ണൂർ ഭാഗത്ത് ഈ മുല്ല ഇങ്ങനെ കെട്ടി കോർത്ത് അത് ഒരു കൊട്ടയിലാക്കിയിട്ട് നല്ല ഇല, എനിക്ക് താമര ഇലയാന്ന് തോന്നുന്നു, അതിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ച് കൊണ്ടുപോകും. വീട് തോറും ഇവരെ നടക്കും. അപ്പൊ നമുക്കത് വേണമെങ്കിൽ എളുപ്പമായി കട അന്വേഷിച്ചു പോണ്ട. അവര് മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളെ കൂന്ന് തിരിച്ച് ആൻസർ കൊടുക്കുമ്പോ അവര് ഇവിടെ വരും അത് വെക്കാൻ. അപ്പൊ എന്റെ മൈൻഡില് ഈ ചെറിയ ചെറിയ കുറേ കാര്യങ്ങള്, ഓർമ്മകള്. കണ്ണൂർ എന്ന് പറയുമ്പോ എനിക്ക് ആ ഒരു പ്രത്യേക ഒരു ഇപ്പൊ അതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ആ കാലത്തുള്ള കാര്യങ്ങളാ. അപ്പൊ ഇപ്പോഴ് പരിഷ്കാരങ്ങൾ കൂടി കുറെ എല്ലാം മാറി, റോഡ്സും അതും ഒക്കെ പുതുതായിട്ട്. അന്ന് അങ്ങനെയല്ലല്ലോ. അന്ന് ഈ മഴ പെയ്യുമ്പം നമ്മുടെ ഒരു കോളനി ഉണ്ട്, ഒരു വൃന്ദാവൻ കോളനി. ആ കോളനി ഇങ്ങനെ വെള്ളം ഒഴുകി വരും. അതിന്റെ പുറകെ പോവും മറ്റേ തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കാനും സാധനങ്ങളൊക്കെ. അപ്പൊ ആൾക്ക് മാമ്പഴക്കാലം ഒരു ഭയങ്കര പ്രത്യേകതയാണ്.
അല്ലെ മാമ്പഴം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. അല്ലെ കണ്ണൂര് ഭയങ്കര വെറൈറ്റീസ്, ഒരു എന്താ പറയാ, എനിക്ക് തോന്നുന്നു വേറെ വേറെ പേരുകളൊക്കെ തന്നെയുണ്ട് മാങ്ങയ്ക്ക്. നമ്മൾ വേറെ എവിടെയും കിട്ടാത്ത തരം മാങ്ങകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കണ്ണൂര്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല അല്ലെ. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ, ഞാൻ എന്റെ ചെറിയ ഓർമ്മകളേ ഉള്ളൂ. ഞാൻ ഈ ഇടയ്ക്ക് നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാ വർഷവും 2 മാസം ഞങ്ങൾ നാട്ടിലുണ്ടാവും. ആ സമയത്തുള്ള ഒരു പണ്ടൊരു ഗെയിം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഈർക്കലി ഇങ്ങനെ ഓലയുടെ ഇല കളഞ്ഞിട്ട് ആ ഈർക്കലില്ലേ, അതിനെന്തോ 11 ഈർക്കൽ എടുത്ത് വെച്ചിട്ട് എടുത്തിടും. എന്നിട്ട് ഓരോ മറ്റേത് അനങ്ങാതെ എടുത്ത് മാറ്റണം. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു, ആ സമയത്ത് ഇരുന്ന് കുട്ടികൾക്ക് അതൊന്നും അറിയാൻ കൂടിയില്ല. അതുപോലെ ബേക്കറി, ആ സമയത്ത് ഈ ബേക്കറിയിൽ കിട്ടുന്ന വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്ന പലഹാരങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു ടേസ്റ്റാ. കണ്ണൂരൊക്കെ എത്ര ഫേമസ് ബേക്കറികളുണ്ട്. പിന്നെ എനിക്കിപ്പോഴും അറിയാം, സൺഡേസ് ഒക്കെ എന്റെ വല്യമ്മ ഡോക്ടറാണ്. അപ്പൊ സൺഡേസ് അവര് തിരിച്ചു വരുന്ന സമയത്ത് പൊറോട്ടയും ചില്ലി ചിക്കനും കൊണ്ടുവരും. അപ്പൊ വഴിയില് വെള്ളം വരുന്നോ? ഭക്ഷണത്തെ കുറിച്ച് അത് രണ്ട് കണ്ണൂരുകാരിരുന്ന് കണ്ണൂരിനെ കുറിച്ച് പറയാം. പൊറോട്ടയും ചില്ലി ചിക്കനും വരും. സൺഡേ എന്ന് പറയുമ്പോ ഒരു ചിത്രഹാറുണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്. ഈ വൈകുന്നേരം ആകുമ്പം എന്റെ കസിൻസ് ഒക്കെ ഈ 4 മണിയാകുമ്പോഴൊക്കെയല്ലേ തിരിച്ചു വരുന്നത്. അപ്പൊ അതിന് മുന്നേ വരെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം എനിക്ക് 4 മണിക്ക് ഒരു ടീ ടൈം അമ്മൂമ്മയുടെ കൂടെ ഇരുന്ന് സീരിയല് കാണും. ഇതൊരു അത്രയേ ഉള്ളൂ. ടി വിയിൽ ആകെ 2, 3, 4 പരിപാടിയേ ഉള്ളൂ. പിന്നെ മുഴുവൻ ഈ കാസറ്റ് മേടിച്ചു കൊണ്ടുവരണം, VCR ഇട്ടിട്ട് സിനിമ കാണാം. അപ്പൊ അതൊക്കെ ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറിയെങ്കിലും ആ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒരു സ്പെഷ്യൽ ഒരു എത്തുമ്പോ ഭയങ്കര സുഖം. പിന്നെ ഈ നെല്ല് തറവാട്ടിലൊക്കെ ഈ മുകളിലത്തെ അറയില് നെല്ല് സൂക്ഷിച്ചു വെക്കുന്നതും ഇതൊക്കെ കാണാനെങ്കിലും പറ്റിയിട്ടുണ്ട്. നമ്മൾ അതിൽ ജീവിച്ചിട്ടില്ലെങ്കിലും കാണാനെങ്കിലും പറ്റിയിട്ടുണ്ട്. അപ്പൊ കണ്ണൂർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്റെ ആ ഓർമ്മകൾ മുഴുവനും അങ്ങനത്തെ ഓർമ്മകൾ. ഇപ്പൊ പോകാറുണ്ടോ കണ്ണൂര്? ഞങ്ങൾ പോവാറുണ്ട്, എല്ലാ പ്രാവശ്യവും പോവാറുണ്ട്. അപ്പം എന്റെ വല്യമ്മ ഫാമിലി കുറെ പേര് ഇപ്പൊ തളിപ്പറമ്പ്, കണ്ണൂർ ആ ഭാഗത്തൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം ഞാന് വർഷത്തിൽ പറ്റുമ്പോഴൊക്കെ അങ്ങോട്ട് ചെല്ലും. കണ്ണൂര് ഭാഷ തന്നെ വേറെ അല്ലേ? പക്ഷെ അത് അവരോട് സംസാരിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത കണ്ണൂര് ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട് അല്ലെ. ഓരോ സ്ഥലത്തെയും ഭാഷയ്ക്ക് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ചിലർക്ക് ടാ കൂടുതലായിരിക്കും, ചിലർക്ക് നാ കൂടുതലായിരിക്കും. ആതിരെ സംസാരിക്കുമ്പോ പോലും ആതിരയ്ക്ക് എനിക്ക് തോന്നുന്നു ആ ഓഫ് സ്ക്രീൻ മാത്രമായിരിക്കും കണ്ണൂർ സ്ലാങ് വരുന്നത്. നമ്മൾ ഈ സ്ക്രീൻ ഓൺ ആകുമ്പോഴത്തേക്ക് നോർമൽ ഒരു അച്ചടി ഭാഷയിലേക്ക് തിരിയും. എന്നോട് പലപ്പോഴും ഇപ്പോഴും ഞാൻ കണ്ണൂർ പ്രോഗ്രാമിന് പോകുമ്പോൾ ആൾക്കാർക്ക് സംശയമാണ്, നിങ്ങൾ കണ്ണൂർക്കാരി തന്നെയാണോ? അയ്യോ ഞാൻ തനി കണ്ണൂരാണ് എന്ന് പറയണം. നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിക്കുന്നതൊക്കെ പുറത്താണല്ലോ, അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് അത് വരില്ല. അതാണ് ഞാൻ മലയാളം പഠിക്കുന്നത് എന്റെ അമ്മയിൽ നിന്നും തന്നെയാണ്. അപ്പൊ അമ്മ പാട്ടുകൾ എഴുതി തരും. ഒരു പാട്ട് പഠിക്കണമെങ്കിൽ മലയാളത്തിൽ എഴുതും. കാരണം സ്കൂളിൽ ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, വേറെ എവിടെയും പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്ന ആകെപ്പാട് എന്റെ അമ്മയുടെ കൈയക്ഷര. പാട്ടേ വായിക്കാൻ പറ്റൂ, കാരണം പാട്ട് അറിയാം, ലെറ്റേഴ്സ് നോക്കി വായിക്കാം. ഇപ്പോഴും കുറച്ച് സ്പീഡിൽ വായിക്കാൻ എനിക്ക് പറ്റില്ല മലയാളം. പക്ഷെ ഞാൻ പാട്ട് സുഖസുന്ദരമായിട്ട് വായിച്ചു പോകും. ഒരു പ്രത്യേക തരം. ആ പാട്ട് എഴുതിയതിനെ കുറിച്ചൊരു കഥയും കൂടി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാട്ട് ഇങ്ങനെ മംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട് അല്ലെ പിടിക്കപ്പെട്ടു. രവീന്ദ്ര മാഷിന്റെ അടുത്ത് ആദ്യമായിട്ട് ചെന്ന മാഷ് പാട്ട് പഠിപ്പിക്കും, പാഹി പരം പൊരുളേ എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മോള് ശരി എഴുതുന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല എഴുതാം. ആരും കാണുന്നില്ലല്ലോ, ഇതുവരെ ആരും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനിരുന്ന് എന്റെ ഇതിൽ എഴുതി പോകുമ്പോ ശിവ 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 ശംഭോ എന്ന് എഴുതി. ശംഭോ എഴുതാൻ അറിയില്ല, അപ്പൊ ആ അക്ഷരം മറന്നുപോയി. എന്തിനാണെന്ന് അറിയാം. അപ്പൊ ഷായും ഇമ്പായും ഇംഗ്ലീഷിൽ എഴുതി. ഇത് കഴിഞ്ഞപ്പം ഗിരീഷ് ഏട്ടൻ നടന്നു വന്നത്, നോക്കട്ടെ പേപ്പർ നോക്കട്ടെ കറക്റ്റ് ആണോ നോക്കട്ടെ. നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ചമ്മൽ ഇത് കൊടുക്കാൻ. അപ്പൊ ഇവര് നോക്കി കളിയാക്കും, ഒരു പേടി. നോക്കിയപ്പോ കുറെ നേരം ചിരിച്ചു. പിന്നെ പറഞ്ഞത് എന്താ ഇത്, ഇങ്ങനെയാണോ മലയാളം എഴുതേണ്ടത്? പിന്നെ ഞാൻ കുറച്ചുകൂടെ പഠിക്കാൻ ഉള്ള ഒരു പരിപാടിയിലേക്ക് പോയി. അവർ കറക്റ്റ് ചെയ്ത് തന്നു. ആ പേപ്പർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രാമത്തെ ഓണമാ? വിവാഹം കഴിഞ്ഞിട്ട് ഇതിപ്പം മൂന്നാമത്തെ ഓണം. എങ്ങനെ 2 ഓണങ്ങൾ ഇങ്ങനെയൊക്കെ ആഘോഷിച്ചു? ഓണമൊക്കെ എപ്പോഴും കളർഫുൾ ആയിരിക്കുമല്ലോ. പിന്നെ കളർഫുൾ ആണ്. നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് എപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോകുന്നതാണ്. അപ്പൊ അത് എപ്പോഴത്തെ പോലെയും അതുപോലെ തന്നെ പോകും. യൂട്യൂബ് ചാനലും ഒക്കെ ആയിട്ട് വന്നു. ഒരു സമയത്ത് ഈ പറഞ്ഞ മാതിരി ചില നേരത്ത് ചില ഒരു ഭ്രാന്ത് പോലെ അങ്ങനെ ഒരു യൂട്യൂബ് കുറച്ച് വീഡിയോസ് എടുത്ത് ചെയ്തേക്കാം. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു സംഭവം അല്ല. എനിക്കിത് സ്ഥിരമായിട്ട് യൂട്യൂബിൽ ഇരിക്കാൻ
അതെനിക്ക് പറ്റില്ല. ഇഷ്ടം ഉണ്ടെങ്കിലും പറ്റില്ല, മടിയ. മടി. മടിയുള്ള ആളാണോ ഇത്രയും പാട്ടുകൾ ഞങ്ങൾക്ക് തന്നത്? ഞാനും അത്ഭുതത്തോടെ ആലോചിക്കും ഈ മടിയുള്ള ആളാ. ഈ ശ്വാസത്തിൻ താളം അത് ഭയങ്കര ഒരു ശ്വാസം എടുക്കലായിരുന്നു അല്ലേ? അയ്യോ, വല്ലാത്തൊരു ശ്വാസമായിരുന്നു അത്. അത് ശബ്ദം പുറത്ത് വരാത്ത വിധത്തിൽ അത് പാടണം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ഡിമാൻഡ് ആ പാട്ടിന്റെ. വളരെ കഷ്ടപ്പെട്ടു. കാരണം എവിടെ അങ്ങനെയാകണം. ശ്വാസത്തിൻ താളം നല്ല സ്ട്രെയിൻ ആയിരുന്നു. കാരണം എവിടെയെങ്കിലും തൊട്ടു ഞാൻ പട്ടുമൊട്ടിൽ എത്രയൊന്നും കേൾക്കണ്ട, തൊട്ടു ഞാൻ പട്ടുമൊട്ടിൽ. അപ്പൊ അത് ഒരു ചലഞ്ച് ആയിരുന്നു. ഹസ്കി വോയിസില് തീരെ കേൾക്കാൻ പാടില്ല. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു. പക്ഷെ അതും ഒരു രസമായിരുന്നു. അത് വന്നപ്പോ വേറൊരു എക്സ്പീരിയൻസ് തന്നില്ലേ? ഭയങ്കര വ്യത്യസ്തമായ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ഞാൻ ഏറ്റവും കേൾക്കാൻ ആഗ്രഹിച്ച ദാസേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ദാസേട്ടന്റെ ശബ്ദത്തിന്റെ കൂടെ എന്റെ ശബ്ദം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു ആകാംക്ഷയായിരുന്നു. ഇത് പാടുമ്പോ എനിക്കറിയാം ദാസങ്ങളെ പാടുന്നത് പറഞ്ഞു. മക്കള് വന്ന് പാടിയിട്ട് പോയി. പിന്നെ ഞാനിങ്ങനെ പാടി. അതിന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഈ പടം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് കേൾക്കാൻ അത് വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ദാസേട്ടൻ ഒരു ശബ്ദം വരുമ്പോൾ പിന്നെ ഈ മഞ്ജരി, ഗായത്രി തുടങ്ങിയ ഗായകരുടെ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ കുറേ പ്രശസ്തരായ ആളുകളുടെ പാട്ടുകൾ പാടാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിന് ഒരിക്കലും കിട്ടാൻ പറ്റാത്ത അല്ലെ ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ പാട്ടുകൾ പാടാൻ കഴിഞ്ഞു. അതൊരു വലിയ ബ്ലെസ്സിങ്സ് ആണ്. ഈ പറഞ്ഞ പോലെ അതിന്റെയൊക്കെ തിരിച്ചറിവുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമായിരുന്നു. ഞാന് നമ്മുടെ ദേവരാജ മാഷയുടെ മകളൊക്കെ മസ്കറ്റിലായിരുന്നു. അപ്പൊ അവരെ എനിക്ക് നല്ലോണം പരിചയമുണ്ട്. ഞാൻ കൊച്ചുകുട്ടി ഓടി നടന്ന ഞങ്ങളൊക്കെ ഒരുമിച്ച് പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിക്കും, കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്, ഒരു പരിചയമുണ്ട്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത് ദേവരാജ മാഷയുടെ ഒരു പ്രോഗ്രാം നടന്നു ചെന്നൈയിൽ. അപ്പൊ അന്ന് ആ ഷർമിള ആന്റി അവര് നാട്ടിൽ വന്നു. പിന്നെ മാഷയുടെ ഭാര്യയുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞ ആന്റി എനിക്ക് അന്ന് മാഷയുടെ മാഷ് എന്ന് പറയുന്നത് ദേവരാജ മാഷ്. അന്ന് ഇതൊക്കെ ചെറിയ പിള്ളേരല്ലേ നമ്മൾ അന്നൊക്കെ പറയും. എനിക്കറിയാം മോളെ, എനിക്കറിയാം. അത് കൊച്ചു പിള്ളേർക്കൊക്കെ അത്രയൊന്നും അറിയില്ലല്ലോ. ഒരു മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. മാഷ് എൻ്റെ അടുത്ത് എന്നെ കുറച്ച് വഴക്കല്ല, കളിയാക്കും. മാഷിക്ക് കളിയാക്കില്ല. അപ്പൊ മാഷ് ഇങ്ങനെ ചെറിയ ശബ്ദത്തിലല്ലേ സംസാരിക്കാൻ? ആരാ മാഷ് ഞാൻ ഇന്നലെ ഇവിടെ സൗണ്ട് വോയിസ് ടെസ്റ്റിന് വന്ന്, ആണോ ഇങ്ങനെയല്ലല്ലോ വന്നത്? അതല്ല മാഷ്, ഇന്നലെ ഞാൻ മുടി ഇങ്ങനെ, എന്തിനാ ഇങ്ങനെ മാറ്റി മാറ്റി മുടി സ്റ്റൈല് ചെയ്യുന്നത്? ഒരേ സ്റ്റൈലിൽ നടന്നൂടെ എപ്പോഴും? അപ്പൊ എനിക്ക് അന്ന് ഫസ്റ്റ് ടൈം ഞാൻ ബുക്ക് എടുത്തിട്ടില്ല, പെൻ എടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല. ബുക്ക്, പെന്ന്, മറ്റേ വാക്ക്മാൻ ഇല്ലേ പഴയ, റെക്കോർഡ് ചെയ്തിട്ട് അതെടുക്കുക, ഇതെല്ലാം എടുത്ത് പോയിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പോയി ഇതെല്ലാം എടുത്തിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് മറ്റേ മുടിയൊക്കെ കെട്ടിയിട്ട്, എപ്പോഴും പാടാൻ പോകുമ്പോൾ മുടി കെട്ടിയിട്ടിട്ടേ പാടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയായിരുന്നു ഡിസിപ്ലിൻ അന്ന്. അത് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് മാഷ് ലാസ്റ്റിൽ ചെയ്തത്. അപ്പൊ അതില് ഭാഗമാകാൻ പറ്റി. അപ്പൊ മാഷയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം മാഷയുടെ കൂടെ ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിന്റെ ഷോസിന് എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായത്, മാഷ് എൻ്റെ അടുത്ത് ഒരു ഷോയിന് വിളിച്ചു. അപ്പൊ ഇതെല്ലാം ഡീൽ ചെയ്യുന്ന അമ്മയാണ്, കാരണം എനിക്കിതൊന്നും അറിഞ്ഞൂടാ. അതേ സമയത്ത് എനിക്ക് സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ ഒരു പ്രോഗ്രാം വന്നു, ഒരു ക്ലാസിക്കൽ കച്ചേരി. അപ്പൊ ആദ്യം കമ്മിറ്റ് ചെയ്തത് ഈ കച്ചേരിയായിരുന്നു. അപ്പൊ മാഷ് വിളിച്ചു, മാഷിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അന്ന് എന്താ എനിക്കറിഞ്ഞൂടാ, ഞാനാ ഫോൺ എടുത്ത്. അപ്പൊ എടുത്ത് ആരാ? മാഷാണ്. മാഷ് പറയൂ, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അയ്യോ ഇപ്പുറത്ത് വേറെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ മാഷോട് പറയാ വളരെ കൂളായിട്ട്, കാരണം മാഷ എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ മാഷ അപ്പൊ എന്താ ചെയ്യാൻ പോന്നെ? മാഷ എനിക്ക് അത് പ്രോഗ്രാം ആദ്യം എടുത്തത് കൊണ്ട് പിന്നെ ഇതിന് എനിക്ക് വരാൻ പറ്റില്ല. എനിക്കിങ്ങനെ എന്റെ പ്രോഗ്രാമിൽ ഇന്നയാൾ എന്നെ പാടണം എന്ന് ഒരു നിർബന്ധമില്ല. മാഷ ഫോൺ വെച്ചു. അപ്പൊ ഞാൻ ഓക്കെ മാഷ താങ്ക് യു എന്ന് പറഞ്ഞു ഞാൻ ഫോൺ വെച്ചു. അപ്പൊ എനിക്കത്ര അറിയുള്ളൂ, എന്താ നഷ്ടപ്പെടുന്നേന്ന് പോലും ഓക്കെ മാഷ. പക്ഷെ കാരണം നമുക്ക് ഇപ്പുറത്ത് ഇതിനും പോണം അതിനും പോണം, ആരെങ്കിലും ഒരാളുടെ അടുത്ത് ഇത് പറയണ്ടേ. അപ്പൊ മാഷ് എനിക്കിങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഫോണ് ചിലപ്പോ ഞാൻ പറയാം, അമ്മ മാഷ് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്ത് മാഷോട് അങ്ങനെ പറഞ്ഞു? മാഷ് അങ്ങനെ പറഞ്ഞു തരാം. മാഷ് ഫോൺ എടുത്തില്ല, മാഷിന്റെ ഭാര്യയെ ഫോൺ എടുത്തു. അപ്പൊ ഫോൺ എടുത്തപ്പോ പറഞ്ഞ ഇല്ല മോളെ, ഇങ്ങനെ മാഷ് ഇവിടെ ചിരിക്കുക, എനിക്ക് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് പക്ഷെ ഞാൻ ഇതിന് പോട്ടെ. അപ്പൊ പറയാ അവളിങ്ങനെ പറഞ്ഞു മാഷ് ചിരിക്കാതെ അവിടെ ഇരുന്നത്. അപ്പൊ
അത്ര പോലും അതെന്താന്ന് അറിഞ്ഞൂടാ. അപ്പം ഇത് ഞാൻ ഇതിനിടയ്ക്ക് മാഷിന്റെ മോള് വന്നപ്പോ ഞാൻ പറഞ്ഞപ്പോ ഭയങ്കര ചിരിയാണെന്ന്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാനത് ഇരുന്ന് ആലോചിക്കുമ്പോ അതിനുശേഷം മാഷോടാണോ ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ അതിനുശേഷം പിന്നെ വേറെ പ്രോഗ്രാമിൽ മാഷിനോട് പാടി. അപ്പൊ എന്നെ കളിയാക്കും, പറയും ഓ നല്ല ബിസി അല്ലേ എന്നെ പറഞ്ഞ് കളിയാക്കും. അപ്പൊ പിന്നെ അതൊക്കെ മാറി. ആ ഒരു മുത്തശ്ശൻ ആ ഒരു റേഞ്ചിലേക്കല്ലേ പോകുന്നത്. നമ്മള് വേറെ തന്നെ ഒരു ജനറേഷൻ ആയില്ലേ. അപ്പൊ ആ ഒരു ദേഷ്യമൊന്നുമല്ല, നമ്മളോട് ഒരു വാത്സല്യ. അങ്ങനെ ദേവരാജ മാഷിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അർജുനൻ മാഷ്. അടുത്ത് ചോദ്യം ചോദിക്കാൻ വരിക, പാവം ഒരു പാവം മാഷ്. ഞാൻ കോളേജ് വിട്ട് വന്ന് നേരെ പോകുന്നത് അർജുന മാഷിന്റെ മകന്റെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ആരഭി സ്റ്റുഡിയോ. അവിടെ പോവും, മാഷ് പാട്ട് പഠിപ്പിച്ചു തരും. മോനെ അതിങ്ങനെ മതി, അതിങ്ങനെ പാടാ, അങ്ങനെ ഭയങ്കര സ്വീറ്റാ. ഒരു ശരിക്കും ഒരു അപ്പൂപ്പൻ. ഇങ്ങനെ എനിക്ക് അപ്പൂപ്പൻ ഇല്ല ശരിക്കും. അപ്പം എനിക്കിങ്ങനെ എപ്പോഴും തോന്നുന്നു നല്ലൊരു അപ്പൂപ്പൻ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആ മാഷോട്. മാഷ് നിറയെ പാട്ടുകൾ മാഷയുടെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും തിരിച്ചറിവ് വന്നില്ലെങ്കിലും എന്തോ ദൈവത്തിന്റെ കൈ എന്റെ തലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയൊക്കെ എനിക്ക് പാടാൻ പറ്റിയത്. അല്ലെങ്കിൽ അതൊരിക്കലും പറ്റില്ല. ജോൺസൺ മാഷിന് വേണ്ടി പാടാൻ പറ്റി, രവീന്ദ്ര മാഷിന് പാടാൻ പറ്റി, രാധാകൃഷ്ണൻ സാറ്, ഒരുപാട്. ഞാൻ മഞ്ജരിയുടെ പാട്ടുകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുറെ, നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണല്ലോ കുറേയും കൂടെ പാട്ടിന് അല്ലാതെ എപ്പോഴും കേട്ടു പോവുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോ വ്യത്യസ്തമായ കുറേ രാഗങ്ങളിൽ, അതായത് സാധാരണ കാണുന്ന കുറെ രാഗങ്ങളല്ല, അത്തരത്തിലുള്ള കുറെ പാട്ടുകൾ മഞ്ജരിക്ക് പാടാൻ പറ്റും. മഞ്ജരി അത് ഐഡന്റിഫൈ ചെയ്തോന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. കുറെ ഡിഫറെന്റ് രാഗാസില് പാടാൻ പറ്റി. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും പറഞ്ഞാൽ അറിയില്ല. മ്യൂസിക്കിനെ എന്തൊക്കെയാണെങ്കിലും മ്യൂസിക്കിനെ അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ് കാണാറ്. ഈ ബാക്കിയുള്ള ഡയലോഗടിയും കുട്ടികളിയൊക്കെ ഉണ്ടെങ്കിലും മ്യൂസിക് വരുമ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല, ഓട്ടോമാറ്റിക്കലി അതൊരു സ്വിച്ച് പോലെ അതിലേക്ക് എപ്പോഴും പാടുമ്പോഴും ശ്രദ്ധിക്കുന്നതൊക്കെ സീരിയസ് ആയിട്ട് തന്നെയാണ് അതിനോടുള്ള ഒരു അപ്രോച്ച്. കാരണം നമ്മൾ പഠിപ്പിച്ച് വിട്ടത് തന്നെ ഒരു സ്റ്റുഡിയോയിൽ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ നൊട്ടേഷൻ എഴുതുക എന്നുള്ളത്. അപ്പൊ ഞാൻ എല്ലാ പാട്ടും നൊട്ടേഷൻ എഴുതിയിട്ടാണ് ഈ പാട്ടുകൾ പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു ചിരി കണ്ടാലാണെങ്കിൽ അത് പാടാൻ പോയ സമയത്ത് അതിപ്പോഴും ഉണ്ട്. അപ്പൊ സാറ് നോക്കിയപ്പോ ആ നൊട്ടേഷൻ എല്ലാം എഴുതിയിട്ടുണ്ട്. ആ സാർ, കാരണം അത് പേടിയാ. എന്ന് വെച്ചാൽ നൊട്ടേഷൻ എഴുതിയില്ലെങ്കിൽ അടിയുള്ളൂ, അവലി വഴക്ക് പറയോ എന്തെങ്കിലും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം എഴുതിയിട്ടാണ് ഒട്ടുമിക്ക റെക്കോർഡിങ്സിനും പോയിട്ടുള്ളത്. പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ടെക്നോളജി കുറെയൊക്കെ വന്നല്ലോ. അപ്പൊ നമുക്ക് ഇതിനൊന്നും പെട്ടെന്ന് എടുത്തിട്ട് പോവാ, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് മാറി. പഴയ റെക്കോർഡിങ്സ് ഒക്കെ ഇപ്പോഴും അതേപോലെ തന്നെ, ഇപ്പോഴും കുറച്ചൊക്കെ മാറി. റെക്കോർഡിങ് പാറ്റേൺ മാറി, രീതികൾ മാറി. ഇത്രയും പഴയ പോലെ അത്രയും സമയം എടുക്കുന്നില്ല. പക്ഷെ അതിന്റെ ഇടയിലും ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഇപ്പൊ അടുത്ത് ഞാൻ ശരത് സാറിന് ഒരു പാട്ട് പാടി. അപ്പം ശരത് സാറിന്റെ പാട്ട് എന്ന് പറയുന്നത് വലിയ പാടാണ്, നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. പക്ഷെ അത് ഞാനൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. കാരണം നമുക്കൊരു ദേശീയ അവാർഡൊക്കെ കിട്ടുന്ന പോലെയുള്ള ഒരു അംഗീകാരമാണ് അദ്ദേഹത്തിന്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടുന്നത്. അതിപ്പോ ഈ അടുത്ത് ഇറങ്ങാൻ പോകുന്നു, ഉടനെ പാടാൻ പറ്റുന്നതാണോ? അല്ല, ഇപ്പൊ പാടാൻ പിടിക്കും. ഞാൻ എപ്പോഴും പാടിക്കോ ഇറങ്ങട്ടെ എന്നിട്ട് പാടിയത്. അപ്പൊ അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു, ഞാൻ ടെൻഷൻ അടിച്ചു പോയതാണ്. 1 മണിക്കൂറിലാണ് സാർ അത് ആ റെക്കോർഡിങ് തീർന്നത്. ഞാൻ സാർ തീർന്നോ, കഴിഞ്ഞു. അപ്പൊ അത് ശരിക്കും കേൾക്കുമ്പം അതിനിപ്പോ ഒരു മ്യൂസിക് ലവറാണ്, മ്യൂസിക് ഒരുപാട് തിങ്ക് ചെയ്യുന്ന ആള്. അപ്പൊ എന്തായാലും അതിലേക്ക് ഇഷ്ടപ്പെടുവോ പാട്ട്. അതുപോലെ പ്രേക്ഷകർ, എനിക്ക് ശരത് സാറിന്റെ പാട്ട് പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര വേറൊരു ഫീല് കൊണ്ടുതരുന്ന പാട്ടുകളാണ് അല്ലെ. അപ്പൊ അതൊരു കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. പല രാഗങ്ങളിലൂടെ, രാഗം എന്ന് പറയാൻ പറ്റില്ല, പല സഞ്ചാരങ്ങളുണ്ട് അതിനകത്ത്. ഒന്നിന്ന് പോയത് എവിടെ എത്തും എന്നുള്ളത് നമ്മൾ ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പാടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ ഹിന്ദുസ്ഥാനി കൂടുതൽ പാടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോടിന്റെ ഒക്കെ പാട്ടുകൾ കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല. പാട്ടുകളൊക്കെ ഇത്രയും എല്ലാവർക്കും ആ ഒരു പാട്ടെങ്കിലും നമ്മുടെ എന്താ പറയാ ഫേവറേറ്റ്സിൽ ഉണ്ടാവും. അപ്പം ഈ ഹിന്ദുസ്ഥാനി എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുസ്ഥാനി അവതരിപ്പിച്ച അദ്ദേഹമാണ്. കൂടുതൽ ലൈറ്റർ വേർഷൻ ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ചു, കുറച്ചും കൂടി ജനകീയമാക്കി എന്ന് പറയാം. മറ്റേതൊക്കെ നമ്മൾ വേറൊരു ലെവലിലല്ലേ കേൾക്കുന്നത്. മലയാളത്തിലേക്ക് വരുമ്പോ അതൊരു വേറെ ഫീല് കൊണ്ടു തന്നു. മഞ്ജരി അത് എന്തെങ്കിലും ഒക്കെ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? അതൊരു മലയാളം വെർഷനിലേക്ക് വന്നപ്പോൾ അത് ഏതെങ്കിലും പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ബാബുക്കയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ, ബാബുക്കയുടെ പാട്ടുകൾ ഇപ്പൊ ഈ ഗസൽ സംഗീതം ശരിക്കും പറഞ്ഞാല് മലയാളത്തിലേക്ക് വന്നത് ബാബുക്കയിലൂടെയാണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം അദ്ദേഹം ഇപ്പൊ നമ്മളൊരു ഗസൽ കേൾക്കുന്ന ഒരു ശൈലി,
കാരണം അദ്ദേഹം ഒരുപാട് അതൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പം ഒരു ഈ ഗസല് ശരിക്കും പറഞ്ഞാൽ പോയിട്രിയാണ്, എഴുത്താണ് ഗസല്. സംഗീതം എന്ന് പറയുന്നത് അതിനൊരു മാറ്റി കൂട്ടാൻ വേണ്ടി എഴുതുന്നത്. അപ്പൊ ആ എഴുത്തെന്ന് പറഞ്ഞാൽ ഭാസ്കരൻ മാഷ് ഒരുപാട് എഴുതിയ വരികളിലൊക്കെ അതുണ്ട്. അപ്പൊ ഭാസ്കരൻ മാഷും ബാബുരാജ് മാഷുടെയും കോമ്പിനേഷനിലാണ് അങ്ങനത്തെ പാട്ടുകൾ ജനിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവരെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ആ ഒരു സ്റ്റൈല് നമ്മുടെ മലയാള സംഗീതത്തിലേക്ക് കൊണ്ടുവന്നതാവാം. ഇപ്പം എന്റെ ഒരു നിഗമനം മാത്രമാണ്, എക്സാക്ട്ലി എനിക്കറിയില്ല. പക്ഷെ പല ഗാനങ്ങളും ഇത് രണ്ട് വരികളില് ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. വിരഹഗാനമെങ്ങനെ പാടും കളിച്ചിരിയുടെ പാട്ടായാലോ കളിമാറ പെണ്ണാകും ഞാൻ. ഈ രണ്ട് വരിയായി. ഇതൊരു ഷെയറാണ്. ശരിക്കും ഗസലിൽ എഴുതുന്ന പോലെ വിരഹഗാനം എങ്ങനെ പാടും കളിച്ചിരിയുടെ പാട്ടായാലോ കളിമാറാ പെണ്ണാകും, ഒരു സ്റ്റോറി ഫിനിഷ്ഡ്. അപ്പൊ ഈ 2 ലൈൻ ഈ കപ്ലെറ്റ്സ് എന്ന് പറയുന്ന സാധനം ഇതെനിക്ക് എപ്പോഴും ഒരു ഗസൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഗസൽ ഇൻഫ്ലുവൻസ് അവർ കൊണ്ടുവന്നതായിരിക്കണം. കാരണം അത് മുഴുവനും അങ്ങനെയാ പോയിരിക്കുന്നത്. അതിൽ പല ഈരണ്ട് വരിയായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും. കാരണം ഞാൻ അതൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയായിരുന്നു അത്. ഈ മലയാളത്തിലേക്ക് ഗസൽസിനെ കൊണ്ടുവരാൻ മഞ്ജരിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ശ്രമം നടന്നിട്ടുണ്ടോ? അതായത് മലയാളം ഗസലുകൾ ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ മറ്റേതാണ് എപ്പോഴും എന്തായാലും നിൽക്കുക. പക്ഷെ അങ്ങനെ മഞ്ജരിയായിട്ട് എന്തെങ്കിലും അതിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനൊരു കോൺട്രിബ്യൂഷൻ? ഗസൽസ് ഞാൻ കമ്പോസ് ചെയ്യുന്നുണ്ട്. എനിക്കത് ഗസൽ കോമ്പോസിഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. അതിൽ മലയാളത്തിൽ ഞാൻ പാടിയിട്ടുള്ളത് ഉമ്പായിക്കാന്റെ കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഉമ്പായിക്ക ഈ പറഞ്ഞ മാതിരി ഗസൽസ് മധുരമോ നൊമ്പരമോ മധുരിക്കുന്നൊരു നൊമ്പരമോ മൗനമോ വാചാലമോ മൗനമോ വാചാലമോ മൗനമാമൊരു വാചാലതയോ എന്നാണീ പ്രണയം സ്നേഹിതരെ നിങ്ങൾക്കറിയാം ഒന്ന് പറയാമോ മധുരമോ നൊമ്പരമോ മധുരിക്കുന്നൊരു നൊമ്പരമോ. ഇതൊരു ഗസൽ സ്റ്റൈലിൽ അദ്ദേഹം ചെയ്ത പാട്ട്. ഗസൽ അല്ല, ഞാൻ പോയിട്രി ഉദ്ദേശിച്ചത് ഞാൻ ഗസലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിൽ 2-3 ഉറുദു ബേസ് ചെയ്തിട്ടുള്ള 2-3 ഗസൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പുതിയൊരു ഗസൽ ഇറങ്ങാൻ പോകുന്നു. മലയാളത്തിൽ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഗസൽ അല്ല, പക്ഷെ അല്ലാത്ത കമ്പോസിംഗ് ഉണ്ട്. ഗസൽ ഞാൻ ഇതുവരെ കമ്പോസ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഗസൽ എന്ന് പറയുന്നത് എഴുത്താണ്. അപ്പൊ അത് എഴുതി കിട്ടിയാൽ കമ്പോസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. എഴുതാൻ താല്പര്യം അതെ, എല്ലാവരും പ്രേക്ഷകർ ശ്രദ്ധിക്കുക, എഴുതാൻ താല്പര്യമുള്ളവർ അയച്ചു കൊടുക്കുക. ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ അറിയിക്കാം. തീർച്ചയായിട്ടും. അപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗാനങ്ങൾ അല്ലെ, വളരെ കുറച്ച് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മേഖലയിൽ എല്ലാരും ഒന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടാവില്ല. പക്ഷെ മഞ്ജരി അങ്ങനെയൊക്കെ അങ്ങനെ ശ്രമം കൂടി നടത്തി, സിനിമയ്ക്ക് ചെയ്തു. അതെ, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തു. അതെ അതെ അതെ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറ. പടത്തിന്റെ പേര് ആണ് സിദ്ധാർത്ഥ് ശിവയുടെ പടമാണ്. സജിത മഠത്തിൽ അവരുടെ കഥയാണ്. അപ്പം നമിത പ്രമോദ്, സജിത മഠത്തില് നമ്മുടെ സുധീഷ് ചേട്ടൻ, അവര് കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പശ്ചാത്തല സംഗീതം ചെയ്യാന്ന് പറയുന്നത്. എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയ്ക്ക്. അപ്പം ഒരു പാട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞല്ലോ, ഞാനത് ചെയ്തു. അപ്പോൾ മഞ്ജരി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറിച്ചിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ പടത്തിന്റെ. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. ഞാൻ എൻജോയ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 20 ഡേയ്സിൽ അതൊരു ചെറിയ കാര്യമില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നറിയാം അല്ലെ, ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ. തീർച്ചയായിട്ടും ഭയങ്കര ഗിഫ്റ്റ് ആണത്. അപ്പൊ ആദ്യം എനിക്കൊരു പിടിയില്ലായിരുന്നു. ഞാനിങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കും.
കാരണം നമ്മൾക്കിപ്പോ സിനിമ കാണുമ്പോൾ നമ്മൾ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നു, ഇത് എങ്ങനെയാണെന്നുള്ള ഒരു പിടിയില്ലാത്തതുകൊണ്ട് ചില സംശയങ്ങൾ ചോദിക്കും. ഇവിടെ ഈ സ്ഥലത്ത് മ്യൂസിക് വേണം, ഈ സ്ഥലത്ത് വേണ്ട, ഈ സ്ഥലത്ത് ഇവിടെ വേണം. അപ്പൊ ആദ്യത്തെ തുടക്കത്തിലുള്ള ഒരു 2 ദിവസമൊക്കെ കുറച്ചൊരു എനിക്കൊരു കൺഫ്യൂസിങ് ഒരു സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നേരെ ചാടി കയറിയാണ് മ്യൂസിക് ചെയ്തതല്ല. ആദ്യം കുറച്ച് എന്താണ് ഇവരുടെ ഒരു ഐഡിയ, കാഴ്ചപ്പാടെന്നുള്ള മനസ്സിലാക്കി പിന്നെ ഞാൻ ചെയ്തു. പിന്നെ എനിക്കതൊരു ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഡെയിലി ഇരിക്കും, ഒരു റീൽ എടുക്കും, ഒരു റീൽ മൊത്തം എഴുതും, ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എഴുതി, സ്കോർ എല്ലാം എഴുതിയിട്ട് പോവും, വായിപ്പിക്കും. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ തമിഴിലേക്ക് പോയത് വലിയൊരു ലോട്ടറി അടിച്ചിട്ട് തിരികെ വന്ന ഒരാളാണല്ലോ അല്ലേ? അതൊരു ഭയങ്കര ലോട്ടറി ആയിരുന്നു. എനിക്ക് അല്ലാതെ ഞാനൊരു ലോട്ടറി എടുത്ത ഒറ്റ പൈസ അടിക്കില്ല. ആ സമയത്ത് പോയി എടുത്തുവിടായിരുന്നോ? അല്ല, ആ സമയത്ത് എനിക്ക് ലോട്ടറി എടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ലോട്ടറി എടുക്കാൻ പോയ സമയത്ത് അവിടെ ഒരാള്, എനിക്ക് പരിചയമുള്ള ഒരാൾ, മഞ്ജരിയൊക്കെ ലോട്ടറി എടുത്തു തുടങ്ങിയത്. ഞാൻ ലോട്ടറി എടുക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടോ? അവരുടെ പൈസക്ക് ആവശ്യമുള്ളവരാ ലോട്ടറി. ഞാൻ ഒരു പൈസക്ക് ആവശ്യമുള്ളവര് ലോട്ടറി, എനിക്ക് അതൊന്നും അറിയില്ല. എനിക്ക് ചുമ്മാ ഇത് എടുക്കും, ഒരു അടിച്ചു കഴിഞ്ഞാൽ ഒരു രസമല്ലേ. ഞാൻ അങ്ങനെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോ ഇത് എടുക്കും. ഒരൊറ്റ പൈസ അടിച്ചിട്ടില്ല. എനിക്കിപ്പോ ചില പാട്ടില് ലോട്ടറി അടിച്ചില്ല, പിന്നെന്താ വേണ്ടേ? പല ചേച്ചിമാരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, മോളെ ഇത് എടുക്കും. അപ്പൊ എനിക്ക് വിഷമം തോന്നും. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കും. ഞാൻ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എടുക്കും. പറയും എന്തായാലും അടിക്കും, പക്ഷെ നോക്കിയിരിക്കും, ഒന്നും അടിക്കൂല. ഓണം പേപ്പർ എടുത്തോ? ഈ പ്രാവശ്യം ഞാനൊന്നും എടുക്കുന്നില്ല, നിർത്തിയ പരിപാടി. ഷെയർ ഇട്ട് എടുത്താൽ മതി, അപ്പൊ നഷ്ടം വരില്ല. നമ്മളൊക്കെ ചെയ്യാറില്ല. ഇല്ല, ഞാൻ നിർത്തി, എനിക്ക് വിഷമാ, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. അപ്പൊ അത് ലോട്ടറി അടിച്ച കഥയൊന്ന് പറയൂ. ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത് ഈ കുറെ തേരാപ്പാര നടന്നൊരു സമയം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരൊന്നും ഇല്ലല്ലോ, ഈ റെക്കമെൻഡേഷൻ പരിപാടി ഒന്നുമില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല പാട്ടുകൾ കുറെ റെക്കോർഡ് ചെയ്ത് CD-യോ കാസറ്റിലോ ആക്കിയിട്ട് എല്ലാ സ്റ്റുഡിയോയിലും കൊണ്ട് കൊടുത്തു തന്നു. അപ്പൊ ഞാനും എൻ്റെ അച്ഛനും കൂടി ഇറങ്ങി, ഞങ്ങളൊരു ബാഗില് CD-ഒക്കെ ആയിട്ട് ഇറങ്ങി. ചെന്നൈയില് നേരെ ചെന്നിറങ്ങി, പട്ടണപ്രവേശം. എല്ലാ സ്റ്റുഡിയോയിലും ചെന്ന് ഓരോ പപ്പടം വെക്കുന്ന പോലെ ഓരോ CD എല്ലായിടത്തും കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാ സാറിന്റെ സ്റ്റുഡിയോയിൽ എത്തിയപ്പോ അവിടെ ഒരു ദൈവത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ സാറിനൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ, ഒന്ന് CD കൊടുക്കണല്ലോ. അപ്പൊ അവിടെ ഒരാളുണ്ട്, പറഞ്ഞു, ഓ CD വെച്ചാൽ മതി, സാറ് കേട്ടിട്ട് ഇവിടെ ഈ ബോക്സിൽ വെച്ചോളൂ, സാറ് കേട്ടിട്ട് വിളിക്കുന്നു. സാർ അങ്ങനെ കേട്ടിട്ട് വിളിക്കുമായിരിക്കും, അവര് പറഞ്ഞതല്ലേ. അപ്പൊ ഞാനത് അവിടെ വെച്ചു. ഞാൻ പോയി പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഇവിടെ നിന്ന് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി വിളിയൊന്നും വന്നില്ല. ഞാൻ ചോദിച്ചു വിളിക്കുമായിരിക്കും. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് എപ്പോഴെങ്കിലും സിനിമയിൽ പാടാൻ പറ്റും. ഇല്ല മോളെ, അത് യോഗം ഉണ്ടെങ്കിൽ അത് നടക്കും, അതുകൊണ്ട് മോൾ അത് ആലോചിച്ച് വിഷമിക്കേണ്ട, വിട്ടേക്കെന്ന് പറഞ്ഞു. അത് പോയി. അത് കഴിഞ്ഞു. പിന്നീട് ഇങ്ങനെ തുള്ളി കളിച്ച് നടക്കുന്ന സമയത്താണ് ഒരു ടെലിഫിലിം, പാവക്കിനാവാണോ, അത് നമ്മുടെ ഗിരീഷ് ഏട്ടൻ, അദ്ദേഹത്തിന്റെ സംഗീതവും അദ്ദേഹത്തിന്റെ ലിറിക്സും എല്ലാം പുള്ളി പാടാൻ വിളിച്ചു. ഞാൻ പോയി പാടി. പറഞ്ഞ കുട്ടി നന്നായി പാടുന്നുണ്ടല്ലോ, ശരി ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത പടം രാജാ സാറിന്റെ അടുത്താണ്. ഞാൻ വേണ്ടി തലയ്ക്കാ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ഈ വേവ്സ് മൊത്തം ഓടുക. രാജാ സാർ, യെസ് യെസ്, രാജാ സാറിന്റെ അടുത്ത് പോയിട്ട് അവിടെ ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യാം, ഓക്കെ, അപ്പൊ അടുത്ത മാസം ഞാൻ ഇന്ന ഡേറ്റ് ആകുമ്പോൾ ഞാൻ പോകും, അപ്പൊ വിളിക്കാന്നോ? അടുത്ത മാസം ഡേറ്റ്, ശരി ശരി, വിളിക്കൂല. അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും. ഞാൻ പാടി, ഞാൻ പോയി. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് ആ ദിവസത്തിന് ഒരു ഡേ മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു, നാളെയാണ്, ഓർമ്മയില്ലേ? അയ്യോ ഓർമ്മയുണ്ടായിരുന്നു സാർ, ഗിരിശേട്ടന് ഓർമ്മയുണ്ടായിരുന്നു. അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് പിന്നെ അതുപോലെ 2-3 വേറെ സിംഗേഴ്സ് ഉണ്ടായിരുന്നു ഈ ഇതിന് വോയിസ് ടെസ്റ്റിന് പോയി. അപ്പൊ ഞാൻ പോയി, സാർ ഒരു അക്ഷരം വേണ്ടിയില്ല പാട്ട് കേട്ടിട്ട്. ഞാൻ വിചാരിച്ചു തീർന്നു. അപ്പൊ മൊത്തം മറ്റേ ട്രാജഡി പോലെയാണ് പോയത്. അമ്മ പറഞ്ഞു, എന്തിനാ മേടിക്കുന്നത് അതിനൊന്ന്? സാരില്ല, അതില്ലെങ്കിലും വീട്ടിൽ പോയിട്ട് വീഡിയോ ഗെയിം കളിക്കാം, ചാലിച്ചിരിക്കുക. അവിടെ പോയപ്പോഴത്തേക്ക് ഓക്കെ പാട്ട് പഠിക്കാൻ പറഞ്ഞോളൂ പറഞ്ഞു. അങ്ങനെയാണ് ഒരു ചിരി കണ്ടാല് അതൊരു ചിരിയായിരുന്നു. അതെന്റെ ലൈഫിലെ ഫുൾ ചിരിയായി മാറി. അതിനുശേഷം ആ പോയ പോക്കില് 5 പാട്ട്, ആ പടത്തിൽ തന്നെ വേറെ 2 പാട്ട്. അതിനുശേഷം അടുത്ത അതിന്റെ നെക്സ്റ്റ് പ്രോജക്ട് തമിഴ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തമിഴില് 2 പാട്ടും കൂടെ ചേർത്ത്, കന്നഡ, തെലുങ്ക്, പിന്നെ ഇങ്ങനെ പോയി. ഒരു തെലുങ്ക് പാട്ട് പാടുന്നോ? ഓർമ്മയുണ്ടാവും? ലിറിക്സ് ഓർമ്മയുണ്ടാവോ? ലിറിക്സ് ഒക്കെ ഓർമ്മയുണ്ടാവും.
അതിൽ രാജാ സാറുടെ തന്നെ ഒരു നമ്മുടെ ഭൂമിക ഇല്ലേ, സിനിമാ നടി ഭൂമിക അഭിനയിച്ച ഒരു പാട്ടാണ്. ഗാജുല ഗലഗല വലപുവീന ഹോയ് കണ്ണില കിലകില ചിലിപ്പിവാന ഹോയ് തേനെ വല്ലോരേ വരേ വയ്യാരം തേനെ ഗസ്തേനെ വിക്ഷേമന്ദാരം పదబంది ఎరుపు ఓయమ్మరు సిగ్గులని తెలుపు పదబంది ఎరుపు ఓయమ్మరు సిగ్గులని తెలుపు గాజుల గలగల వలపు వీణ కన్నుల కిలకిల చిలిపివాన. ല്ലോ പിന്നെ നമ്മള് ഗസലിന്റെ പ്രോഗ്രാം ഖയാല് കേൾക്കുമ്പം അഞ്ജലിയോട് തോന്നിയ ഏക ഒരു റെസ്പെക്ട് എന്ന് പറയൂ. ഇത്രയും പഠിച്ച് പാടുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല, അത്ര ഈസിയും അല്ലല്ലോ. അത്രയും വലിയ ആളുകളുടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം നമ്മൾ വീണ്ടും റെൻഡർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ പെർഫെക്ഷൻ വേണമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഡെഡിക്കേഷൻ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഖയാൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം എനിക്കൊന്ന് മഞ്ജരിയെ നമ്മള് ഇന്ത്യ ഒട്ടാകെ വളരെ ചർച്ച ചെയ്യും. ഒരുപാട് നന്മ തന്ന ഒരു പ്രോഗ്രാമാണ് തീർച്ചയായിട്ടും. കാരണം മഞ്ജരി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഇപ്പം വെളിനാട്ടിലൊക്കെ പോകുമ്പോൾ അന്യഭാഷ സംസാരിക്കുന്ന ആൾക്കാർ വരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഖയാൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത ഒരു ചാപ്റ്ററാണ്. കാരണം ഗസൽസ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖല. ഒരു ഭാഷ ഹിന്ദി, പ്യോർ ഹിന്ദി അല്ലല്ലോ, ഉറുദു അല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ ചില വാക്കുകൾ അർത്ഥങ്ങൾ അറിയില്ല. ഇപ്പൊ എത്രയോ പാട്ടുകൾ നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. അതുപോലെ ഈ ഗസലിന്റെ ഭാഷ, അതിലെന്താണ് അവർ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അത് ആസ്വദിക്കാൻ ഒരു ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത്, അതുകൊണ്ട് എല്ലാം ഒരു രീതിയിൽ നന്നായി വന്നു. അതെ, അതെനിക്ക് ഒരുപാട് ആസ് എ മ്യൂസിഷ്യൻ എനിക്ക് വളരാൻ പറ്റി. ഒരുപാട് അത് ഉള്ളത് കൊണ്ട് ഞാൻ വേറെ കുറെ ഗസൽസ് പഠിച്ചു. ഒരുപാട് അതിന്റെ മേലെ റിസർച്ച്, ഒരു PhD ചെയ്യുന്ന പോലെ ആയിരുന്നു ശരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രമാത്രം പഠിച്ചാലേ അത് അങ്ങനെ റെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 12 വർഷത്തോളം ആയി തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഏകദേശം അത്രയൊക്കെ ആയിട്ടുണ്ടോ, ഏകദേശം അത്രയുണ്ടോ? 12 വർഷം. ഓർമ്മയുണ്ടോ അതിന്റെ പ്രൊഡ്യൂസർ? അദ്ദേഹം ഇപ്പൊ ഇല്ല, സുരേഷ് ദാമോദർ. അതെ, കാരണം ഇത് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എനിക്കൊരു ഐഡിയ വന്നതാണ്. അപ്പം എന്തുകൊണ്ട് കേരളത്തിൽ ഇഷ്ടംപോലെ ഗസൽ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്, പക്ഷെ നമുക്കൊന്നും ഇതിന്റെ മീനിങ് കംപ്ലീറ്റ്ലി അറിയില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? അപ്പൊ ഷിബു ചക്രവർത്തി സാറ്, അദ്ദേഹം വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഇത് ആദ്യം അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സർ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അത് അദ്ദേഹം ഒരുപാട് സാഹിത്യം എഴുതും, പാട്ടും ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോഴും അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഒരു ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ അത്, കാരണം അത് നല്ലതായിരിക്കും. അങ്ങനെ അത് പതുക്കെ ഈ ഐഡിയ മുട്ടിട്ടു. എന്നിട്ട് പിന്നെ അതിലിങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ചേർന്ന് അങ്ങനെയാണ് സംഭവം തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കൂട്ടായ്മയാണ്. ഒരിക്കലും എനിക്ക് സുരേഷ് അദ്ദേഹത്തിനൊന്നും മറക്കാൻ പറ്റില്ല. കാരണം മലയാളം എന്ന് പറയുമ്പോൾ മലയാള സാഹിത്യത്തിൽ ഒരുപാട് പാണ്ഡിത്യമുള്ള ഒരാളാണ് അദ്ദേഹം. മഞ്ജരി കൂടുതലും ഗസൽസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിലേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രദ്ധ? അത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അല്ലാതെ ക്ലാസിക്കല് നമ്മുടെ സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു അതിലൊരിക്കൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 14 വർഷം അവിടെ പാടിയിട്ടുണ്ട്. അപ്പം അത് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ പ്ലാറ്റ്ഫോമാണ്. ക്ലാസിക്കൽ മാത്രമല്ല, അവിടെ എല്ലാവരും ഗസലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്ത് എനിക്കൊന്ന് 2003 അതിന് മുന്നേ ഉണ്ട് സൂര്യ ഫെസ്റ്റിവൽ. അപ്പം സൂര്യയിൽ പാടാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു നല്ലൊരു പ്രഷ്യസ് മൊമെന്റ് ആണ്. അപ്പം അങ്ങനെ ഞാൻ ക്ലാസിക്കൽ ഒരു കോൺസെർട്ട് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് മൂർത്തി സാർ, സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ അടുത്തു നിന്നാണ് ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നത്, കുട്ടി ഇവിടെ വന്ന് പാടിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ നിന്ന് തുടങ്ങിയ യാത്ര 14 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സൂര്യയില് ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി കോൺസെർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതല്ലാതെ പല വേദികളിലും ഇതുപോലെ ക്ലാസിക്കൽ സഭകള്,
അങ്ങനത്തെ പെർഫോമൻസസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 പെർഫോമൻസസ്, ഒന്ന് നമ്മുടെ കാവാലം ശ്രീകുമാർ സാറിനോടൊപ്പം അതേപോലെ നമ്മുടെ M ജയചന്ദ്രൻ സാറിനോടൊപ്പം ജുഗൽബന്ദി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വളരെ കൗതുകമുള്ള കാര്യം എന്താന്ന് വെച്ചാല് അപ്പോഴും ഈ ബോധം എന്ന് പറഞ്ഞ സാധനം എനിക്കില്ല. ഞാൻ പോകുന്നു, പാടുന്നു, വരുന്നു, ഇത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ അപ്പോഴും ജീവിക്കുന്നത് ഒരു കൊച്ചു കുട്ടി, കമ്പ്യൂട്ടർ ഗെയിം കളിക്കണം, വീട്ടിലേക്ക് തിരിച്ചു പോകണം, ഗെയിം കളിക്കണം, ചില്ല് ചെയ്യണം ഫ്രണ്ട്സിന്റെ കൂടെ, അത്രയേ ഉള്ളൂ എനിക്ക്. എന്നെ ഒരു സിംഗർ ആക്കുന്നതും എൻ്റെ സിംഗിങ്ങിലേക്ക് എന്നെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന മുഴുവനും എൻ്റെ അമ്മയാണ്. അപ്പൊ ഇങ്ങനെ ഈ വേറെ ചാനൽസ് നിന്നും സഭകളിൽ നിന്നും ഒക്കെ അവരിങ്ങനെ ജുഗൽബന്ദി ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഒരു രാഗം പറഞ്ഞു, ഞാൻ ശരി പാടാന്ന് പറഞ്ഞു. അത്ര എനിക്കറിയുള്ളൂ. ഞാൻ പോന്നു. അപ്പൊ പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ M ജയചന്ദ്രൻ സാറും ഉണ്ട്, കാവാലം സാറും ഉണ്ട്, ശ്രീകുമാർ സാർ. അപ്പം അദ്ദേഹം അവര് പറഞ്ഞു ഓക്കെ റെഡി അല്ലേ. അപ്പൊ എനിക്ക് അപ്പോഴും എനിക്കത് തോന്നി ഈ ജുഗൽബന്ദി അന്ത കാലത്ത് 2 ഭാഗത്തേക്ക് ഈ മറ്റേ റെസ്ലിംഗ് റിംഗ് ഒക്കെ ഇല്ല, അതുപോലെ 2 ഓക്കെ ഒരു ഹിന്ദുസ്ഥാനി വരും, ഒരു കർണാട്ടിക് വരും, യുദ്ധം ഏറ്റുമുട്ടും, അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഇരുന്ന് പാടുമ്പോൾ എൻജോയ് ചെയ്തിട്ട് ഞാൻ പാടിയിരുന്നു. ഇത് ചില സമയത്ത് ഞാൻ ആലോചിക്കും, ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങള് മഹാ അഹങ്കാരിയല്ല. ഞാനും കൊറേ കേട്ടിട്ടുണ്ട് മഞ്ജരിയെ കുറിച്ച്. മഞ്ജരി ഭയങ്കര പണ്ട്, ഇപ്പഴല്ല കേട്ടോ. അതെന്താറിയോ, ഈ കാണുമ്പോ തോന്നുവേ എന്ന് വെച്ചാല് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആലോചിക്കുന്ന മുഴുവനും പാടാനുള്ളത്. ഞാൻ നോക്കുന്ന ഇപ്പൊ ആതിരേനെ ആണെങ്കിലും ഞാൻ പാടിക്കൊണ്ടിരിക്കുക ഉള്ളില്. അപ്പൊ ഞാൻ ഇതൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ ആതിര ചിലപ്പോ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പറയുന്നുണ്ടാവും. അപ്പൊ ഇതുപോലെ വേറെ നമ്മളെക്കാളും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുമ്പോ നമ്മൾ അവരെ നോക്കിയിട്ട് അധികം ഒന്നും സംസാരിക്കാണ്ടേ ഇരിക്കുമ്പോ തോന്നും, അത് സ്വാഭാവികമായിട്ടും തോന്നും, എന്താണെന്നും മിണ്ടാത്തത്, കുറച്ച് ജാടയെന്ന് തോന്നും. അപ്പൊ പിന്നെ അത് എന്നെ വലുതായിട്ട് എഫക്ട് ചെയ്തില്ല. കാരണം എനിക്ക് ജാട എന്താന്ന് അറിഞ്ഞൂടാ, ജാട കാണിക്കാൻ അറിഞ്ഞൂടാ, പോവാ പാടാ വരിക, ഇതേ ഉള്ളൂ. തീർന്നു. ഒരു ജോലി തീർക്കുന്ന മാതിരിയായിരുന്നു അന്ന്. ഒരു ജോലിയാവും. എപ്പോഴാണ് പിന്നെ ആ സീരിയസ്നെസ്സിലേക്ക് വന്നത്? സീരിയസ്നെസ് വരാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. അത് ഞാനൊരു അഹങ്കാരിയാണെന്നുള്ളത് അത് പറഞ്ഞ് പരത്തി കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്. ഇങ്ങനെയല്ല പോണ്ടത്. അത് എനിക്ക് തോന്നുന്നു എന്റെ ബോംബെ പഠനം ശരിക്കും എനിക്ക് വലിയ ഒരു കാഴ്ചപ്പാടാണ് മാറ്റിയത്. ഞാൻ 2012 ബോംബെയിലേക്ക് കൂടുതൽ എന്റെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഉസ്താദ് അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഞാൻ ഈ മ്യൂസിക് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ നേരെ ബോംബെക്ക് അവിടെ ഒരു ടീച്ചറെ കണ്ടുപിടിച്ചു. അപ്പൊ അവിടെ എല്ലാ പ്രാവശ്യം പോയി വരാൻ ഭയങ്കര ചെലവാണ്. അപ്പൊ എന്ന് വെച്ചാൽ അവിടെ ഒരു വീടെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ അവിടെ റെന്റിന് ഒരു വീടെടുത്ത് അവിടെ പോയി താമസിക്കും, പഠിക്കും വരും. അപ്പൊ അവിടെ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് മഞ്ചേരി നാട് വിട്ടുന്നായി. അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ബോംബെയിലേക്ക് സെറ്റിലായി എന്നുള്ള ഒരു സാധനം ഇങ്ങനെ പറഞ്ഞ് ഇവിടെ അങ്ങനെ ആയി ഇൻഫർമേഷൻ. അപ്പൊ എനിക്ക് ഇവിടുന്ന് വരുന്ന വിളികൾ നിന്നു. കാരണം ഞാൻ എക്സ്പെൻസീവ് ആണ്, എന്നെ അവിടെ നിന്നേ കൊണ്ടുവരണ്ടേ ഒരു പാട്ട് പാടിക്കണമെങ്കിൽ. അപ്പൊ അത് അങ്ങനെ വന്ന സമയത്ത് പക്ഷെ ഞാൻ അതില് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതൽ അവിടെ പാട്ട് പഠിത്തവും പിന്നെ ഗസൽസിലേക്ക് തിരിഞ്ഞു. കംപ്ലീറ്റ് ഗസൽസും കാര്യങ്ങളും ഒക്കെ ആയി, ഷോസും കാര്യം. പക്ഷെ എന്നാലും ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു തിങ്കിങ് മാറിയത്. കാരണം ലൈഫ് ഞാൻ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയി. ആ സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെ ജീവിത രീതി, അവിടെ വെച്ചാൽ ഫുൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോകും ആൾക്കാർ ജോലിക്ക്, സ്ത്രീകളും പുരുഷന്മാരൊക്കെ. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയുണ്ട്, അവരെന്നോട് പറഞ്ഞത് രാത്രിയിൽ തിരിച്ചു വരുമ്പോൾ സ്ത്രീകൾ ട്രെയിനിൽ ഇരുന്നിട്ട് പച്ചക്കറി വെട്ടുകയാണ്. കാരണം ഇത് വെട്ടി തിരിച്ച് വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് കൊടുത്ത് കഴിച്ച് ഉറങ്ങിയിട്ട് വേണം അടുത്ത ദിവസം രാവിലെ വീണ്ടും. അപ്പൊ അത്രയും ബിസി, മാത്രം അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഈ വെറുതെ ഇരുന്ന് സമയം കളയുക. അപ്പോഴാണ് ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് എന്തുമാത്രം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്, എന്തുമാത്രം. പിന്നെ ഈ റോട്ടിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നത് കാണുമ്പോഴും, പിന്നെ ഭക്ഷണം ഇല്ലാതെ കൊച്ചു കുട്ടികള്, നമ്മുടെ നാട്ടിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചെറിയ കുട്ടികൾ, ഡ്രസ്സില്ല, ഈ റോഡിൽ നടക്കുന്നു, അവിടെ ഇവിടെയൊക്കെ ഫുഡിന് വേണ്ടി അലയുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് തുറന്നു ശരിക്കും. അപ്പൊ ഞാൻ പിന്നീടാണ് എനിക്കൊരു അങ്ങനെ ഒരു തോന്നല് വന്നത്. പിന്നെ ഞാൻ അവരെ കൂടെ എന്നെ അവർക്കറിയാം. ഞാൻ ആ ഒരു സമയത്ത് കൃത്യമായ ഒരു സമയത്ത് അവിടെ എത്തുമ്പോൾ നമ്മുടെ കുറെ ഫ്രണ്ട്സ് പോലത്തെ പിള്ളേരൊക്കെയാണ്, ദീദി ആജ് ക്യാ ലായ എന്ന് ചോദിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും നൂഡിൽസോ എല്ലാം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ
എനിക്ക് അതൊരു കുറച്ചുകൂടി ഒരു ബോണ്ടിങ് ആയി, കുറച്ചുകൂടി ലൈഫ്, കുറച്ചുകൂടി ആൾക്കാരുമായിട്ട് ഞാനൊന്ന് ക്ലോസ് ആയി. ഇത് കോളേജ് സമയത്തൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞിരുന്ന കാര്യം, അധികം സംസാരിക്കരുത്, ആൾക്കാര് ആരും വിശ്വസിക്കാൻ പറ്റില്ല, ആരോടും മിണ്ടരുത്. അപ്പൊ എനിക്ക് പേടിയായി, ഞാൻ ആരോടും മിണ്ടൂല. ഞാനൊരു പാട്ട് പാടാൻ പോയാൽ പോലും ഒരാളോട് സംസാരിക്കൂല. എന്റെ അമ്മയാ സംസാരിക്കുന്ന പോലെ. അപ്പൊ ഇതിലാലേക്ക് ഈ കുട്ടിക്ക് പാടാൻ മാത്രമേ നാവുള്ളൂ, സംസാരിക്കൂലേ. പ്രത്യേകത. ഇപ്പോഴും കുറെ വർഷത്തിന് ശേഷം ഇതേ മ്യൂസിക് ഡയറക്ടേഴ്സ് അവരെന്നെ ചോദിക്കും, മഞ്ജരിക്ക് സംസാരിക്കാൻ അറിയാല്ലേ, മിണ്ടുവല്ലേ എന്നൊക്കെ ഒരു അത്ഭുതത്തോടെ. അപ്പൊ ഞാൻ അന്നേരം ചിന്തിച്ചു, ഞാൻ മിണ്ടാറില്ല പണ്ട്, ഞാൻ ആരോടും സംസാരിക്കാറില്ല എന്നുള്ളത്. ചിരിക്കൂല, ഞാൻ വളരെ പിശുക്കി ചിരിക്കുന്ന ആളാ. പേടിയാ. അപ്പൊ ഇത് ഓരോ മനുഷ്യർക്കും ഓരോ ഫീലിംഗ് ആണ്. ചില ആൾക്കാർ വിചാരിക്കും കാണുമ്പോൾ ചിരിക്കാത്ത അഹങ്കാരം കൊണ്ട്. അല്ല, നമ്മുടെ ഉള്ളിൽ പലതും ഓടിക്കൊണ്ടിരിക്കുക. അയ്യോ മിണ്ടരുത്, ഇവിടെ മിണ്ടരുത്. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുള്ള മഞ്ജരീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കും, ദൈവമേ ഇതാണോ മഞ്ജരി എന്ന് വിചാരിക്കും. കാരണം അമ്മാതിരി ആലം. ഞാൻ അങ്ങനെ ഭയങ്കര വൈബ്രന്റ് ആയ ഒരാളാണ്. ഒരുപാട് സംസാരിക്കാനും എനിക്കൊരു അപ്പുറത്തുള്ള ആൾക്ക് ഇപ്പൊ തന്നെ ആതിരയ്ക്ക് തന്നെ സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഞാൻ കേൾക്കണല്ലോ, ഞാൻ കേട്ടില്ലെങ്കിൽ പണിയല്ലേ. ഞാൻ ചില സമയത്ത് ആലോചിക്കാണ്, ഞാൻ ഇങ്ങനെ സംസാരിച്ചു. ചില ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു നല്ല അമ്മൂമ്മയാവും. അപ്പൊ അതെന്താ ഈ കൊച്ചു പിള്ളേർക്ക് കൊടുക്കാലോ, മരത്തിന്റെ അടിയിലൊക്കെ നല്ല വയസ്സാകുമ്പോ ഒരു അമ്മൂമ്മ, മഞ്ജരി അമ്മൂമ്മ ഇരുന്ന കഥയൊക്കെ പറഞ്ഞു തന്ന് അതുപോലെ. അപ്പൊ അത്രയും സംസാരിക്കും നോൺ സ്റ്റോപ്പ്. എനിക്കൊരു പണ്ടേ എന്നോട് പറയും, ഒരു ടോപ്പിക്കിന്റെ ആവശ്യമില്ല, ഇത് തുടങ്ങി വിട്ടാൽ മതി, പോവും, വന്ദേ ഭാരത് പോലെ പോവും. പക്ഷെ അതൊരു സ്വിച്ചിങ് ആയിരുന്നു, മുമ്പ് അങ്ങനെയേ അല്ല. അല്ല, ഞാൻ മുമ്പും അങ്ങനെയാണ്. പുറത്ത് ഈ ഭയം കൊണ്ട് മിണ്ടാത്തതായിരുന്നു. ഞാൻ ആരോടും മിണ്ടാത്തത് എനിക്ക് പേടിയാ മിണ്ടാൻ. മിണ്ടി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാവോ, ഇത് പറഞ്ഞാൽ പ്രശ്നമാണോ, അത് പ്രശ്നം. എന്റെ പഴയ ഇന്റർവ്യൂസ് എടുത്ത് കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, മലയാളികൾ അങ്ങനെയും കൂടി മഞ്ജരി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് കുറേയും കൂടി ഗൗരവത്തിൽ സംഗീതത്തെ സമീപിക്കുന്ന, കുറെ കൂടി സംഗീതത്തെ ഞാൻ അങ്ങനെ അത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അന്നേരം ആ രീതിയിൽ മാറുമല്ലോ. അപ്പൊ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഫുൾ ടൈം അത് മാത്രമുള്ള ലോകം, അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു മഞ്ജരി. പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി, നമുക്ക് എപ്പോഴും കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ആളുകളെക്കാളും കുറച്ചും കൂടി ഹിന്ദുസ്ഥാനി പഠിക്കുന്നവരോട് അവരെന്തോ സ്പെഷ്യലി ചെയ്യുന്നു എന്നുള്ളൊരു അല്ലെ, അങ്ങനെ ഒരു തോന്നലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഹിന്ദുസ്ഥാനി ഇപ്പൊ ജുഗൽബന്ദി ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ജുഗൽബന്ദി ചെയ്യുമ്പോൾ എപ്പോഴും മഞ്ജരി എപ്പോഴും പ്രിഫറൻസ് ഹിന്ദുസ്ഥാനിക്ക് തന്നെയാണോ കൊടുക്കാറ്? രണ്ടിലും അറിയുന്ന ഒരാളാണല്ലോ. രണ്ടും പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും വന്നിരിക്കുന്നത് അങ്ങനെ, കാരണം ആ സമയത്ത് നാട്ടിൽ അങ്ങനെ ഒരുപാട് ജുഗൽബന്ദി ചെയ്യാറില്ല. അതൊരു തുടങ്ങിയ ഒരു സമയം. നമ്മുടെ രമേശ് നാരായൺ സാറ് ആണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. അപ്പം അതിലൊരു ഫീമെയിൽ വോയിസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ ആയിരിക്കാം എന്നെ അപ്രോച്ച് ചെയ്തത്. അതിന് കർണാട്ടിക് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. കേരളത്തിൽ ഇഷ്ടംപോലെ കർണാട്ടിക് മ്യൂസിഷ്യൻസ് ഉണ്ട്. ഞാൻ പക്ഷെ അമ്പലങ്ങളിലൊക്കെ ഞാൻ ക്ലാസിക്കൽ കർണാട്ടിക് കോൺസേർട്സ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് ഇതുപോലെ എല്ലാ മേഖലകളിലും പാടുമായിരുന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അത്രയും അന്ന് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ എല്ലാരും അറിഞ്ഞായിരുന്നു. അത് എനിക്ക് കാണുമ്പോൾ ചോദിക്കാൻ, ഇപ്പൊ രണ്ട് തരത്തിൽ, അതായത് കർണാടക സംഗീതത്തിൽ എനിക്ക് തോന്നുന്നു 72 മേളകർത്ത രാഗങ്ങൾ, അതിന്റെ ജന്യ രാഗങ്ങൾ. ഹിന്ദുസ്ഥാനിൽ വന്നിട്ട് 10 ഇതേ വരുന്നുള്ളൂ. അപ്പോ 10 ദാട്ടേ വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു പരിമിതി ശരിക്കും പറഞ്ഞാൽ എല്ലാരും പറയും ഹിന്ദുസ്ഥാനിൽ വലിയ വിശാലമായി നമുക്ക് വിസ്തരിച്ച് പാടാനുള്ള ആ ഒരു കോൺസെപ്റ്റാണ് സാധാരണയുള്ള ആളുകൾക്ക്. കർണാട്ടിക് മ്യൂസിക് കുറെ കൂടി കൺസ്ട്രക്റ്റീവ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണെന്നൊക്കെയാണ്. പക്ഷെ കുറേയും കൂടി രാഗങ്ങൾ കൂടുതലും താളവ്യവസ്ഥ, ഇത് നോക്കുമ്പോഴും കർണാടക സംഗീതത്തിലാണല്ലോ കൂടുതലും കോംപ്ലിക്കേഷൻ താളമുള്ളത്. ഹിന്ദുസ്ഥാനിയിൽ അങ്ങനെ വരുന്നില്ല. രാഗാസും താളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കർണാടക അങ്ങോട്ടേക്ക് അഡോപ്റ്റ് ചെയ്ത് ചെയ്യപ്പെട്ട രാഗങ്ങൾ. ഇപ്പൊ മഞ്ജരി ഇതിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? മീൻസ് ഏതാണ് കുറച്ചും കൂടി വിശാലമായ ഒരു ഇതെന്ന് തോന്നുന്നത്? മീൻസ് പാടുമ്പോഴായാലും പഠിക്കുമ്പോഴായാലും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എപ്പോഴും എൻ്റെ ഒരു സിംഗിങ്ങില് എനിക്ക് രണ്ട് വിഭാഗങ്ങളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരുപാട് പേര്, നിങ്ങൾ കർണാട്ടിക് പാടുമ്പോൾ നല്ല രസാ കേൾക്കാൻ, നിങ്ങൾ ഹിന്ദുസ്ഥാനി പാടുമ്പോൾ നല്ല രസാ കേൾക്കാൻ. അപ്പൊ അതിപ്പം എനിക്കിപ്പോ ഇത് രണ്ടും പാടുക എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പഠിച്ചാലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പൊ പാടാൻ എനിക്ക് ഇഷ്ടമാണ്, രണ്ട് മ്യൂസിക്കും ഇഷ്ടമാണ്. കൂടുതലും ഞാനിപ്പം പാടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുസ്ഥാനി ആയതുകൊണ്ട് അതിലായിരിക്കും കുറച്ചുകൂടി. ഞാൻ കുറച്ചുകൂടെ അക്കാഡമിക്കലായിട്ട് ചോദിക്കട്ടെ, അതായത് ഇതിന്റെ ഈ 10 ദാട്ടിൽ നിന്നുകൊണ്ട് ഹിന്ദുസ്ഥാനിയെ നമുക്ക് എത്രമാത്രം വലിപ്പത്തിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റും? അതാണ് എന്റെ ഒരു ചോദ്യം. മറ്റേത് നമുക്ക് ഈ പറഞ്ഞ പോലെ 72 രാഗം, അതിന്റെ ജന്യ രാഗം,
അതെല്ലാം വരുമ്പോഴത്തേക്കും വലിയ ഇതേപോലെ ഇതിപ്പോ ഈ 10 ടാട്ട് മാത്രല്ലല്ലോ, ഇഷ്ടംപോലെ വേറെ ഇതിനുകൊണ്ട് പുതിയതൊക്കെ ഉണ്ട്. അത് ഒരു 10 മെയിൻ സ്കെയിൽ അവര് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെയുള്ള രാഗങ്ങള് ഇപ്പുറത്തും കൊണ്ടിട്ട് കഴിഞ്ഞാല് അത് അതിൻ്റെതായ ശൈലിയിൽ പാടിയെടുക്കാം. ഇപ്പൊ പോപ്പുലാരിറ്റി അനുസരിച്ചാണ് ഈ രാഗങ്ങളൊക്കെ നമ്മള് പൊതുവെ എല്ലാരും പാടുന്നത്. എന്ന് വെച്ചാൽ കേൾക്കാൻ നമുക്ക് കുറച്ച് ഇപ്പൊ എപ്പോ പാടിയാലും ഒരു കല്യാണി അല്ലെങ്കിൽ ഒരു യമൻ ഇത് കേൾക്കാൻ നല്ല സുഖം. അപ്പം പക്ഷെ ഓരോ ആർട്ടിസ്റ്റ് പാടുന്നത്, ഞാൻ പറയുന്നത് ആമിർ ഖാൻ സാബ് ഒക്കെ പഴയ അവരൊക്കെ പാടുന്നത് അത് ഒരു വേറെ തന്നെ ഒരു കളർ യമനാണ്. ഞാൻ പല യമൻ രാഗങ്ങള് വെച്ചാൽ നമ്മുടെ കല്യാണി പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഓരോ സിംഗേഴ്സ് ആ സമയത്തല്ല, ഇപ്പൊ റാഷിദ് ഖാൻ സാബ് പാടുന്നതിന്റെ ഒരു ശൈലിയും അതേപോലെ ആമിർ ഖാൻ സാബ് പാടുന്നത്, ആമിർ ഖാൻ സാബിന്റെ യമൻ ശരിക്കും കേൾക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് ടോട്ടലി ഡിഫറെന്റ്. ഞാൻ യമൻ എന്ന് പറയുന്ന രാഗം ശരിക്കും പ്രണയിക്കാൻ തുടങ്ങിയത് അദ്ദേഹം പാടുന്നത് കേട്ടിട്ടാണ്. അതിന്റെ അകത്തുള്ള സംഗതികളും അതിന്റെ അകത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ന്യൂആൻസസും കാര്യങ്ങളും ഒക്കെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ എനിക്കിപ്പോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഹിന്ദുസ്ഥാനി ഇപ്പം നമുക്കൊരു വരി, ഒരു വേർഡ്, ഏതെങ്കിലും ഇപ്പൊ ആതിര എന്നുള്ളൊരു വാക്ക് വെച്ചിട്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം പാടിപ്പോവാം. അപ്പം അങ്ങനത്തെ ഒരു ഫ്രീഡം ഉണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തില്. നമ്മുടെ കർണാടക സംഗീതത്തില് അത് ഒരു പല്ലവി, അനുപല്ലവി, ചരണം, അതില് നമ്മുടെ നിരവല് സ്വരങ്ങൾ, ഇങ്ങനത്തെ അതിനൊരു റൂൾ ഉണ്ട്. ഇങ്ങനെ 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 എന്നുള്ളൊരു റൂൾ ഉണ്ട്. ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മളൊരു ഖയാൽ, ഒരു ബഡാ ഖയാൽ അല്ലെങ്കിൽ ഛോട്ടാ ഖയാൽ എടുത്ത് പാടുകയാണെങ്കിൽ അതില് നമുക്ക് എത്ര വേണമെങ്കിലും അതിനെ എലാബറേറ്റ് ചെയ്ത് പാടാം. എങ്ങനെ വേണമെങ്കിലും അതിൽ ഇന്ന സമയത്തേ ഇത് വരാൻ പാടുള്ളൂ, ഇന്ന സമയത്തേ ഇതുള്ളൂ എന്നില്ല. അത് ത്രൂ ഔട്ട് അത് നമ്മളുടെ ഒരു ശൈലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പല സിംഗേഴ്സിന്റെ പല ഘരാനാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ ഘരാനയിലും ഓരോ ടൈപ്പ് ഓഫ് വേ ആണ്. അത് എന്താണോ ഒരാൾ പാടി വന്നത് അത് അവരുടെ ഡിസൈപ്പിൾസ്, അവരുടെ സ്റ്റുഡൻസ് അത് ഫോളോ ചെയ്ത് അതൊരു സ്റ്റൈലാവും. അങ്ങനെയാണ് ഓരോന്ന് ഒന്നിൽ നിന്നും വ്യത്യസ്തമായി മാറിയത്. അങ്ങനെയാണ്. അതേപോലെ നമുക്ക് കർണാടക സംഗീതത്തിലും ചെയ്യാലോ. രാഗവിസ്താരം ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ആ രീതിയിലേക്ക് പാടി നമ്മുടെ എന്താ പറയുക ഇന്റർപ്രിട്ടേഷൻ ശരിക്കും ഒരാളുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. അത് നമ്മള് എങ്ങനെ എന്ത് പാടും ഇതൊക്കെ ചെവിക്ക് സുഖം ഉണ്ടാവണം എന്നല്ലേ ഉള്ളൂ. കേൾക്കുന്ന രസികരെ അത് ഇഷ്ടപ്പെടണം, അത്രേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞല്ലോ ഏമൻ കല്യാണി അങ്ങനെ വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ എന്തെങ്കിലും പാടിത്തരാൻ പറ്റുമോ? അതായത് ഒരേ രാഗം വരുന്ന ഇപ്പൊ ഹിന്ദോളം, മാൽക്കോൺസ്, അപ്പൊ എത്രയോ പാട്ടുകൾ, എത്രയോ കൃതികളുണ്ട്. അതിലിപ്പോ പെട്ടെന്ന് പറയുന്നത് तू तो नंद के छला ढीठ लंगरवा मोरी भैया पकड़ ले जात भार तू तो नंद के छला ढीठ लंगरवा मोरी भैया पकड़ ले जाए शाम तू तो नंद के छला ढीठ लंगरवा गमना विख्यात गमना ഫുഡ് കിട്ടിയില്ലേലും സന്തോഷം. മഞ്ജുരിന് നേരിട്ടത് ഇങ്ങനെ കേൾക്കുകയാണല്ലോ. ഭയങ്കര കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കായിരുന്നു മഞ്ജുരിയെ കാണുമ്പോ ഇങ്ങനെ ഒരു സാധനം ചോദിക്കണം. ഇതാരും ചോദിച്ചിട്ടുണ്ടാവില്ലല്ലോ, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതൊക്കെ പണ്ട് എത്രയോ വർഷങ്ങൾ പണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ചോദിക്കാം. അല്ല അത് ആളുകളുണ്ടെങ്കിൽ തന്നെ ഗസലിനെ പറ്റി ഗസല്. അതെ 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 അതെ. മഞ്ജരി എന്ന് പറഞ്ഞാൽ മുകിലിൻ മകളെ ഇല്ലാതെ ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിച്ചത്, അതിനെ കുറിച്ച് പറയാതെ അവസാനിപ്പിച്ച എനിക്ക് തെറിവിളി കേൾക്കും അല്ലേ? മുകിലിന്റെ മകളായിട്ട് അങ്ങോട്ട് പൊട്ടി വീണെന്ന് ഞാൻ പറയട്ടെ. അത്രയും അല്ല, അത്
അതില്ലേ, അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ. അതുവരെ നമ്മൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒക്കെ മൂഡിലൊക്കെ ആയിരിക്കും. ഏത് മൂഡിലിരുന്നിട്ടും ആ പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ വേറൊരു ഫീലാണ് നമുക്ക്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ആ പാട്ടിന്റെ ആ ഒരു വോയിസും അത് എനിക്കറിയില്ല. മഞ്ജരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരുന്ന ആദ്യ പാട്ടാതെ. എനിക്ക് പക്ഷെ വേറെ പാട്ടാണ്. എനിക്ക് ചില്ലു ജാലകവാതിൽ എന്നുള്ള പാട്ടാണ് എനിക്ക് എന്റെ ഫേവറേറ്റ്, അതാണ്. പക്ഷെ ഇത് എന്താ പറയാ, ഒരു ഫീലാണ്. ഇതൊരു ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ മുത്തുകളിലൊന്ന് രമേശ് നാരായൺ സാറിനാണ് ഞാൻ ഏറ്റവും വലിയ താങ്ക് യു പറയുന്നത് ഈ ഒരു അവസരത്തില്. അത് മാത്രല്ല ജയരാജ് സാറും. കാരണം ഇത് പാടുമ്പോ രമേശ് ജി എന്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇത് പാടിക്കോളൂ, പക്ഷെ നമ്മുടെ ജയരാജ് സാറ് ഒരു വ്യത്യസ്തമായ വോയിസ് അന്വേഷിക്കുകയാണ്, അദ്ദേഹത്തിന് ഓക്കെ ആയാൽ മാത്രമേ ഈ പാട്ട് എടുക്കുള്ളൂ. പാട്ട് ഒന്ന് സാർ പാടിയപ്പോഴത്തേക്ക് ഞാൻ വെച്ചു, സാർ ഇതാണോ പാട്ട്, ഇതാണ് ഞാൻ പാടുന്നത്. അപ്പൊ അതെ. അപ്പൊ സാർ അത് മൊത്തം എനിക്ക് പഠിപ്പിച്ചു തന്ന്, ഓക്കെ റെഡി നോക്കാം. ഇത് ഞാൻ ചുമ്മാ പാടി. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതൊരു അങ്ങനെ പാടണം, ഇതൊരു ഭയങ്കര ഒരു നിലവിളിയാണ്, ഒരു അമ്മയുടെ രോദനമാണ്, ഒരു വേദനയാണ്, അത് അങ്ങനെ വരണം, അതുപോലെ ഒരു അശരീരി പോലെയൊക്കെ ആയിരിക്കണം. ഒരു രാത്രി 8:30-9 മണിക്ക് റെക്കോർഡ് ചെയ്യുന്നത്. ഞാനും അമ്മയും എൻ്റെ അമ്മയും എല്ലാവരും കുറേ പേരുണ്ട് സ്റ്റുഡിയോയിലേക്ക്. അതെനിക്ക് ഓർമ്മയുണ്ട് ആ പാട്ട് റെക്കോർഡിങ് സെഷൻ. നല്ല ഭയങ്കര രസമാണ് രമേശ് നാരായൺ സാറിന്റെ റെക്കോർഡിങ്. അദ്ദേഹം പറഞ്ഞു തരുന്നതും അദ്ദേഹം പാടുന്നതും, അദ്ദേഹം പാടുന്ന കേൾക്കാനേ നല്ല സുഖം. മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ, നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലേ മുകിലിൻ മകളെ. ഈ പാട്ട് നമ്മളിപ്പോ പൊതുവെ പാട്ട് കേൾക്കുന്ന ഗായകരിങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ പാടിക്കൊണ്ടിരിക്കും അല്ലേ? അതൊരു എന്റെ കൂടെ ഒരു പാട്ട് കേൾക്കാൻ പറ്റില്ല, അത് ഓൺ ചെയ്തിട്ടാ ഞാൻ കൂടെ പാടും. അതെ അതെ. ഞാൻ ആലോചിച്ചത് എന്ത് ശല്യമായിരിക്കും അല്ലേ ബാക്കിയുള്ള ആൾക്കാർക്ക്. ഈ പാട്ടുകാരുടെ പ്രധാന പ്രശ്നമാണത്. കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ ഞാൻ പാടിക്കൊണ്ട് അറിയാണ്ട് വരും, അറിയാതെ പുറത്തേക്ക് വരും. നമുക്കത് കേട്ടിരിക്കാനുള്ള സഹനശക്തി ഇല്ല. അപ്പോഴത്തേക്കും നമുക്ക് പാടണം അതെങ്ങനെങ്കിലും അല്ലേ? അങ്ങനെ എപ്പോഴും കാറിൽ പോകുമ്പോഴാണോ കൂടുതൽ പാട്ട് പാടാൻ? കാറിൽ പോകുമ്പോ ഞാൻ ഈ കേൾക്കുന്ന എന്ത് പാട്ടിട്ടാലും ഞാൻ ഈ കൂടെ ഇങ്ങനെ പാടും. അപ്പൊ ഇതിങ്ങനെ കൂടെ പാടുമ്പം പിന്നെ ഞാൻ ആലോചിച്ചത് എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവരിത് കേൾക്കാനല്ലേ ഇരിക്കുന്നത്, ഞാൻ ഇതിന്റെ കൂടെ ഫുൾ വോളിയൂമിൽ പാടുക. പിന്നെ ഞാനത് നിർത്തി. അതിന്റെ ബുദ്ധിമുട്ട്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായപ്പോ. കാരണം അവർ ആ മ്യൂസിക്കും ആ സാധനം ഇതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ചില സമയത്ത് നമ്മളത് ചിന്തിക്കൂല. അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്കും അത് പാടണം എന്നൊക്കെ തോന്നിയിട്ടായിരിക്കാം അല്ലേ അങ്ങനെ പാടി പോകുന്നത്. വീട്ടിലും അങ്ങനെയാണോ? പാടുവോ? വീട്ടില് ഡാൻസ് ആണ് കൂടുതൽ. ചുമ്മാ എന്തെങ്കിലും ഇരുന്ന് ഡാൻസ് ഒക്കെ കളിച്ച് പാട്ട് കേൾക്കണം എനിക്ക്. എന്തെങ്കിലുമൊക്കെ ഭയങ്കര മ്യൂസിക് വല്ലാണ്ട് നമ്മുടെ മൈൻഡിനെ ഒരു ഫീലാണ്. അത് ഡാൻസ് ചെയ്യാനായാലും ഞാനിങ്ങനെ സ്വയം സംസാരിക്കും. എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. വെറുതെ സംസാരിക്കുക ഭയങ്കര രസമുള്ള ഒരു രസം അത്. അപ്പൊ അങ്ങനത്തെ കുറെ പരിപാടികൾ. അപ്പൊ മ്യൂസിക്കും കൂടി അതിന്റെ കൂടെ വരുമ്പോ ഞാൻ കുറച്ച് സിനിമാറ്റിക്കാ. അപ്പൊ എനിക്ക് എല്ലാത്തിലും ഒരു സിനിമ ഫീല് പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് അതിലൂടെ സഞ്ചരിക്കാനാണ് ഇതിന്റെ കൂടെയുള്ള ആൾക്ക് ഇതിങ്ങനെ പോവാൻ പറ്റുന്നുണ്ടല്ലേ? ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് പാവം പോകുന്നുണ്ടല്ലേ? മ്യൂസിക് ജീവിതത്തിൽ ഭയങ്കര ഒരു എന്താ പറയാ ഒരു സഹായം, അല്ലെങ്കിൽ സഹായം എന്നല്ല, ഒരുമിച്ച് പോകാൻ പറ്റുക എന്ന് പറയുന്നതല്ലേ? അങ്ങനെ ഒരു ഫാമിലി പാർട്ട്ണറെ അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ബ്ലെസ്സിങ്, അഗെയിൻ ബ്ലെസ്സിങ് ആണ്. അതില് മഞ്ജരി വീണ്ടും ബ്ലെസ്സിങ്സ് കിട്ടിയെന്ന് പറയാം അല്ലേ? അതൊരു ഭയങ്കര പറയൂ അതിന്റെ വിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എന്താണ് ഇപ്പോൾ? ഇപ്പൊ നാട്ടിൽ തന്നെ ഇല്ലേ? ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പം അദ്ദേഹം എന്റെ കൂടെ തന്നെയാണ്. അപ്പൊ എന്റെ കൂടെ എല്ലായിടത്തും സഞ്ചരിക്കുന്നു, എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ട്. അല്ലാതെ എന്താ പറയുമ്പോ പണ്ട് ഞാനാണെങ്കിൽ പണ്ട് മുതലേ സ്കൂളിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്നു. അപ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. കുറെ വർഷം വെറുതെ പോയി. ചിലതാകില്ല. അതൊക്കെ അതൊക്കെ ആ ഒരു ദൈവം എഴുതുന്നതാണല്ലോ. അപ്പം നമ്മള് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ തന്നെ. അപ്പം
ഞാൻ കംപ്ലീറ്റ്ലി ഞാനൊരു മൊത്തത്തിലൊരു ദൈവവിശ്വാസിയാണ്, ഒരു 100% ദൈവവിശ്വാസി. അപ്പം എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യവും അത് എഴുതിയ സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഏത് കാര്യം നടന്നാലും ഇന്നിപ്പോ ഞാനിപ്പോ ഒരു തുമ്മിയാല് പോലും അത് ഇപ്പൊ നീ തുമ്മണം എന്ന് തീരുമാനിച്ചത് എന്ന് വെച്ചാൽ അത്രയും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ കംപ്ലീറ്റ് സറണ്ടർ, ദൈവത്തിന് സറണ്ടർ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ മറ്റൊന്നിലും ഒരുപാട് തിങ്കിങ് കൊടുക്കാത്ത ഒരാളാണ്. വരാനുള്ളത് വഴി തങ്ങൂല, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്തായാലും നമ്മൾക്കത് വരും എന്നുള്ളൊരു. ഏത് ദൈവത്തെ കൂടുതൽ ഇഷ്ടം? അതായത് ദൈവം അല്ലാതുള്ള വിശ്വാസം. എനിക്ക് ആ ഒരു വൈബ്രേഷൻ, ഒരു ഫീൽ വരും. എന്നുവെച്ചാല് മ്യൂസിക്കിന് അങ്ങനത്തെ ഒരു കഴിവുണ്ട്. നമ്മളിപ്പം ചില മൊമെന്റ്സിൽ ഇപ്പം അമ്പലത്തില് ശംഖും മണി അടിക്കുമ്പോഴും, അതേപോലെ പള്ളിയില് ചിലപ്പോൾ മണി അടിക്കുമ്പോൾ, അതേപോലെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു ശരിക്കും ഒരു വൈബ്രേഷനാണ്, ഒരു ദൈവിക ഒരു വൈബ്രേഷനാണ് ശരിക്കും. അപ്പൊ നമ്മൾക്കത് ആ ശക്തി, നമ്മൾ എത്രത്തോളം ദൈവത്തിൽ വിശ്വസിക്കുന്നോ അത് എല്ലാ ശക്തികളും നമ്മളെ ബ്ലെസ് ചെയ്യും. അത് ഇന്ന ഒരാളെന്ന് മാത്രമല്ല, ദൈവം ഭയങ്കര മ്യൂസിക്കലാണ്. ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരുന്നു. നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോ, അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാരും ആലോചിക്കും, ഇപ്പൊ നമ്മളുടെ കൂടെ നമ്മൾ ദൈവത്തിനെ കാണാൻ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോകുന്നു, പക്ഷെ ചിലപ്പോ കൂടെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ആ വ്യക്തിനെ ശ്രദ്ധിക്കില്ല. അപ്പൊ അത് ഞാൻ അതൊന്ന് ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും. നമ്മള് കൂടെ ഉള്ളവരെ എല്ലാ കാര്യവും ആരായാലും എല്ലാവരെയും ശ്രദ്ധയോടെ ഞാൻ നോക്കും. കാരണം എല്ലാവരിലും ഞാൻ ദൈവത്തിന്റെ അംശം ഫീൽ ചെയ്യുന്നു. എനിക്കത് ഇപ്പം കുറെ വർഷത്തിന്റെ ശേഷത്തുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം. ഈ ബന്ധങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര എനിക്ക് എല്ലാവരുടെയും ഇടയിൽ ഇരിക്കാനാണ് ഇഷ്ടം. ആണ് എനിക്ക് ഒറ്റയ്ക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കുറെ സൗഹൃദങ്ങളൊക്കെ ഇങ്ങനെ കൃത്യമായി കൊണ്ടുപോകുന്ന ഒരാളാണോ, അതോ അത് കുറച്ചു കാലം അങ്ങനെ ഒരാൾ അങ്ങനെയാണോ, എങ്ങനെയാണ്? അങ്ങനെയല്ല, സൗഹൃദം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാം അവിടെ നിന്ന് പ്രീ ഡിസൈഡഡ് ആണ്. ദൈവം ആയിട്ട് നമുക്ക് അറിഞ്ഞ് സുഹൃത്തുക്കളെ തരും. ഇപ്പം ഞാൻ എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് അതിന് ഒരു വലിയൊരു, അത് എൻ്റെ അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരെയും അങ്ങ് കയറി വിശ്വസിക്കുക. പക്ഷെ ഞാൻ എൻ്റെ നേച്ചറേ അങ്ങനെ. അപ്പൊ ഞാൻ ഒരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ആ വ്യക്തിയോട് എത്ര ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ജെന്യുവൻ ആയിട്ടേ സംസാരിക്കും. എനിക്ക് ഈ ഉള്ളിലൊന്ന് വെച്ച് വേറൊന്നും പറയാൻ പറ്റില്ല. അതെന്താ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ അമ്മ പറയും, ഇതൊരു കുട്ടിയാണ്. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. ഞാൻ എല്ലാവരെയും അങ്ങനെ കാണുന്നു. എനിക്ക് ആരെയും അങ്ങനെ വേറൊരു കണ്ണോടാ ഇയാളെ വിശ്വസിക്കാൻ പാടില്ല. അതെനിക്ക് ടെൻഷനാ. എനിക്ക് വല്ലാത്തൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ അങ്ങനെ സുഹൃത്ത് ബന്ധം, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാരുമായിട്ടൊരു സുഹൃത്ത് ബന്ധം ഇഷ്ടമാണ് എനിക്ക്. ഞാൻ വളരെയധികം ഇപ്പം പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ഇഷ്ടമാണ്. ഐ ലൈക്ക് ദാറ്റ് വൈബ്. ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, എല്ലാരും ഒന്നിച്ചിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. ഇല്ലാതെ അവര് ശരിയല്ല നമ്മളിവിടെ, അത് പറ്റില്ല എനിക്ക്. എല്ലാരും ഇപ്പൊ അപ്പുറത്ത് എല്ലാരും, ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. എന്നോട് പല പ്രാവശ്യം ആൾക്കാർ പറയും, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് 2 ചേച്ചിമാര് എൻ്റെ അടുത്തിരിക്കുക, അവര് ചുമ്മാ 2 വാക്ക് സംസാരിച്ചത്, ഞാൻ എത്തുന്നത് വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ മനസ്സിലായത്. അപ്പൊ അവരെന്നോട് പറയാം, ഓ മഞ്ജരി മോളെ, ഞങ്ങള് LIC ചെയ്യുന്ന ആൾക്കാരാ, ഞങ്ങളെ കടത്തി വെട്ടിയല്ലോ. അമ്മാരി വർത്താനം. അത്രയും എനിക്ക് ആൾക്കാരൊക്കെ, പുറത്തുള്ള ആൾക്കാരെ എല്ലാരെയും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ ഒരു സർക്കിളിൽ എല്ലാരെയും ചേർത്ത് പിടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ മാറി നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് വല്ലാത്ത വെപ്രാണ്. മാറി നിൽക്കുക, മിണ്ടാണ്ടിരിക്കുക. പക്ഷെ മഞ്ജരി മുമ്പ് കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴും അങ്ങനെയല്ല വിചാരിക്കാം. മഞ്ജരി ഭയങ്കര ഒതുങ്ങി ഒരിടത്ത് ആരോടും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ കുറെ വീഡിയോസ് ഒക്കെ കണ്ടോ പ്രശ്നമാണോ? ഇപ്പൊ കുറെ വീഡിയോ ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കൊറേയൊക്കെ മഞ്ജരി മാറിയിട്ടുണ്ട്. ഞാൻ പണ്ടേ എങ്ങനെയത്, അതാ ഞാൻ അവള് പറയാം, മഞ്ജരി മാറിയതല്ല. മഞ്ജരി എന്ന് പറയുന്ന ആളുടെ ഉള്ളിലുള്ള ആ ഒരു പേടി പോയതാ. മിണ്ടിയ കുഴപ്പമില്ല. നമ്മളെ ഉള്ളിൽ നമ്മളെ കുട്ടിയായിരിക്കുമ്പോൾ തലയിൽ പറഞ്ഞു വെക്കുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മളത് പേടിച്ച് ജീവിക്കും. ഞാനൊരു ഫ്രെയിം വർക്കിനകത്താ ജീവിച്ച കുറെ നാള്. പിന്നെയാണ് മനസ്സിലായത്, സംസാരിച്ചോ ഒരു പ്രശ്നമില്ല, എല്ലാരും നമ്മളെ ഫാമിലിയാന്ന് കാണുക. സിനിമയിലെ സൗഹൃദങ്ങളൊക്കെ എങ്ങനെ? സിനിമയിലും ഒരുപാട് സൗഹൃദമുണ്ട്. അപ്പം ഈ പറഞ്ഞ മാതിരി മ്യൂസിക് ആയതുകൊണ്ട് തന്നെ ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ്, ലിറിസിസ്റ്റ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ്. അപ്പം നമ്മുടെ സംസാര വിഷയം പൊതുവെ പാട്ടിനെ കുറിച്ചാണ്.
അപ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് ഡിസ്കഷൻ ആണെങ്കിൽ ഈ പാട്ട് അങ്ങനത്തെ ഒരു സൗഹൃദമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ എല്ലാവർക്കും കൂടി ഫ്രണ്ട്ഷിപ്പ് കൂടി സിനിമയ്ക്ക് കാണാനും അങ്ങനെയൊന്നും പറ്റാറില്ല. കാരണം എല്ലാവരും അവരൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാകുമ്പോൾ അത് ഒരുമിച്ച് അങ്ങനെ പോവാന്ന് പറയുന്നൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം. പക്ഷെ സൗഹൃദമൊക്കെ ഉണ്ട്, എല്ലാവരുമായിട്ട് അങ്ങനെ സൗഹൃദം കീപ്പ് ചെയ്യുന്നതാണ്. ഈ ഭക്ഷണം അല്ലേ, ഇതിനെ കുറിച്ച് എന്നെ അവിടെ ആദ്യമേ പറഞ്ഞ് എന്നെ ഒരു വഴിക്കാക്കി, എന്നാലും ഒന്നുകൂടെ പറയാലോ അല്ലേ? ഭക്ഷണത്തിന് വേണ്ടി ഞാൻ പണ്ട് സ്കൂളില് ഐ എം ലിവിങ് ടു ഈറ്റ് എന്ന് പറഞ്ഞാണോ. ഈ സാധാരണ ഈറ്റിംഗ് ടു ലിവ് ആണ്, അപ്പൊ ഇത് ലിവിങ് ടു ഈറ്റ്, അത്രയും ഭക്ഷണം ഇഷ്ടമാണ്. അപ്പം പോകുന്നിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് അത് തന്നെ കഴിക്കുക. അത് ഭയങ്കര എനിക്ക് ഇപ്പോഴും നമ്മുടെ ഈ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനിനൊക്കെ ഒരു പ്രത്യേക സ്വാദാണ്. ഐക്കൂറ, മത്തി, അതിനൊക്കെ ഒരു പ്രത്യേക സ്വാദാണ്. അത് ഇപ്പത്തെ ഒരു ഇത് കിട്ടുന്നില്ല. ഇപ്പത്തെ മത്തിക്കൊന്നും അത്ര ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നില്ല. മത്തി, എണറ്, പിന്നെ അതിന്റെ ഈ തക്കാളിക്കറി, ചോറ്, എല്ലാം ചൂട് ഭക്ഷണം വേണം എനിക്ക്, ചൂടോടെ കഴിക്കണം. അതാണ് എൻ്റെ ഒരു, അത് എന്താണെങ്കിലും നല്ല ചൂട് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ്. അതിൻ്റെ കൂടെ ഒരു ഇപ്പൊ കഞ്ഞിയാണെങ്കിൽ കഞ്ഞിയില് ഒരു മുളകും, പച്ചമുളക്, വേണമെങ്കിൽ ഒരു മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ആ കഞ്ഞിയിൽ അത് മിക്സ് ആവും, ആ ടേസ്റ്റ് മിക്സ് ആവും. അപ്പൊ അത് അതിനോട് പപ്പടം അല്ലെങ്കിൽ ഒരു മീൻ വറുത്തത്. ഏകദേശം എനിക്കിപ്പോ തീരുമാനമായി അല്ലല്ലേ? അതുപോലെ അപ്പം സാമ്പാറില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾ വെണ്ടയ്ക്ക, ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക. ഇങ്ങനെ അത് സാമ്പാറിൽ ഞാൻ നിറയെ സാമ്പാർ എന്റെ ഉണ്ടാക്കുമ്പോ മൊത്തം വെണ്ടയ്ക്കായിരിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക എങ്ങനെ മറ്റേ സാമ്പാറിൽ ഞാനിങ്ങനെ കോരി കുടിക്കും, അത്രയും എനിക്ക് വെണ്ടയ്ക്കയോട് ഇഷ്ടമാണ്. അതുപോലെ നാടൻ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന്റെ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും തോന്നാറില്ല. ഇപ്പം ആ ഭാഗത്ത് കല്ലുമ്മക്കായി, കുറെ സാധനങ്ങൾ നമ്മുടേതായിട്ടുള്ള ചില നമ്മുടെ നാട്ടിലൊക്കെ ആ സമയത്ത് ഇവര് ഇതുണ്ടാക്കുമല്ലേ, കൂന്തലിന്റെ ഫ്രൈ, അത് ഇത് കുറെ സാധനങ്ങൾ, പലഹാരങ്ങളും അതും ഇതൊക്കെ നല്ല എല്ലാം കഴിക്കും. നല്ല ബോളിംഗ് ആണ്. തലശ്ശേരി ബിരിയാണി ഭയങ്കര തലശ്ശേരി ബിരിയാണി ഇപ്പൊ ബ്രാൻഡിങ് ഒന്നും പറയാൻ പാടില്ല, കൊച്ചിയിലൊക്കെ നല്ല ബിരിയാണി കിട്ടുന്നുണ്ട്. അതുപോലെ എനിക്ക് കുക്കിങ്ങും ഇഷ്ടമാണ്, ഞാൻ കുക്ക് ചെയ്യും. പക്ഷെ അത് മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് അത് കിട്ടില്ല അത്രയും. കാരണം എനിക്ക് ഇഷ്ടം എന്റെ കുക്കിംഗ്, ഞാൻ തന്നെ തിന്നും. വേറെ ആരും കഴിക്കില്ല? ഇല്ല, വേറെ കഴിക്കും, പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പോകും. ഞാൻ തന്നെ കഴിച്ചിട്ട് തീർന്നു പോതാ. ഭയങ്കര അത് അടിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ജോലിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവര് പോയി, അവരിത് പറഞ്ഞിട്ടാ പോയത്, എനിക്ക് ഒരു പീസ് കട്ട്ലറ്റേ തന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കട്ട്ലറ്റിന് ഇത്ര ഡിമാൻഡ്. പറഞ്ഞു അവർക്ക് വേറെ കാര്യത്തിന് പോയത്, പക്ഷെ അവരിത് പറഞ്ഞത് അവർക്ക് കട്ട്ലറ്റ് കൊടുത്തില്ല. അപ്പൊ ഞാനാകെ 5 കട്ട്ലറ്റ് ഉണ്ടാക്കി, അതിൽ 3 ഞാൻ തന്നെ കഴിച്ചു. എനിക്ക് കഴിക്കേണ്ടത്. പിന്നെ അതിൽ ഒരു എണ്ണത്തിന്റെ പകുതി അവർക്ക് കൊടുത്തു, ബാക്കി പകുതി വീട്ടിലെ ആൾക്കാരുണ്ട്, അവർക്ക് ടേസ്റ്റിയെ കൊടുത്തതാ. ഈ പറഞ്ഞ മാതിരി നന്നാവോന്ന് അറിയില്ല, അതുകൊണ്ട് ചുമ്മാ. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഞാൻ മുട്ടായി ഉണ്ടാക്കി. മുട്ടായി ഞാൻ നമ്മുടെ അമൃത ടിവിയിൽ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് എന്താ പറയാ, ഇനി പാടാനല്ല ആൾക്കാർ മുട്ടായി ഉണ്ടാക്കാൻ വിളിക്കും. അപ്പൊ ഞാന് അതെനിക്കിഷ്ടമാണ്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. I like to cook, I like to eat. ഓണം ആയതുകൊണ്ട് ആ പൊന്നാവേണി പാടം, അതിന് ഓണത്തിന് അല്ല എന്നാലും ഒരു പാടം ഉണ്ടല്ലോ, അവിടെ ഒരു പാടം ഉണ്ടല്ലോ, അവിടെ ചെന്നാലും ഒരു ഫീല് കിട്ടാൻ. ഓണക്കല്ലേ ഓണക്കല്ലേ. പൊന്നാവണിപ്പാടം തേടി ഇല്ല വേൽ ചേക്കേറുന്നേ, നെല്ലോലവേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റകൾ പാഞ്ഞോടുന്നേ, കുറുങ്കുഴൽ മുഴങ്ങും മുഴക്കം കുറുമ്പുമായി ചിലന്നിൻ കിഴക്കം, മനസ്സിലും മാനത്തും നാം 10 മരമുത്തു വിളയ്ക്കും. പൊന്നാവണിപ്പാടം തേടി ഇല്ല വേൽ ചേക്കേറുന്നേ, നെല്ലോലവേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റ
ദാസങ്ങളുടെ കാര്യം പറഞ്ഞോണ്ടേ, ദാസങ്ങളുടെ എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ്സ് ആണ്. എന്നാലും മഞ്ജരിക്ക് ഏതെങ്കിലും ഒരു 5 പാട്ടിൽ ഏതെങ്കിലും ഒരു പാട്ട് പറയാൻ പറ്റുമോ? ഏറ്റവും ഇഷ്ടം പാട്ടുകൾ ഞാൻ 1000 പാട്ടുകൾ നമുക്ക് ഇഷ്ടമാണ്, എന്നാലും ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നുള്ള ഒരു പാട്ട്, വരികളും മ്യൂസിക്കും ദാസേട്ടന്റെ ശബ്ദവും. ചന്ദനജാലകം തുറക്കോയി നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കുന്നു, നാണത്തിന്റെ തിരി കൊളുത്തോയി അത് ആ ചന്ദനജാലകം അവിടെ നമുക്ക് തുറന്ന് ചെന്ന് ഇരുന്നാലോന്ന് തോന്നും. എന്റെ ദൈവമേ, എങ്ങനെയുണ്ടോ, ഞാൻ മരിച്ചു വീഴും ആ ഒരു ഇത് കേൾക്കും. അതുപോലെ എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, നോക്കുമ്പോൾ അത് പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവും. അല്ലെ, എന്താണ് ആ ശബ്ദം അദ്ദേഹത്തിന്റെ, അതേപോലെയാണ്. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. അതില് ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ അന്യനാണെങ്കിലും എന്റെ അന്യനാണെ. അതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഞാന് കരഞ്ഞു പോയിട്ടുണ്ട് പാട്ടുകൾ കേട്ടിട്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില പാട്ടുകൾ. ഇത് ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ട്, ഈ ചന്ദനജാലകം തുറക്കും പറയാം. അതേപോലെ സുസ്മിതേ നിരര ഞാൻ വിസ്മൃതനേത്രനായി നിന്നു, പുളിയില കരയോരം പുഴവ ചുറ്റി കൊടു. അതൊക്കെ എന്താ, അതിലാ സുസ്മിതയെന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. നമുക്ക് അപ്പൊ എന്റെ പേര് മാറ്റാൻ പോവാ, ഞാൻ സുസ്മിതയെന്നാക്കാൻ പോവാ. ഭംഗിയായിട്ടാണ്. എനിക്ക് ആ ശബ്ദം എന്ന് പറയുന്നത് എന്റെ ജീവനാണ്. എനിക്കത് എല്ലാ മലയാളികൾ എല്ലാവരും അദ്ദേഹത്തെ അറിയുന്ന എല്ലാ മനുഷ്യർക്കും അതൊരു വല്ലാത്ത ഫീലാണ്. അതേപോലെ ഒരു പാട്ടാണ് പ്രേം പൂജാരിയിലെ പന്നീരു പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ അതിലൊക്കെ പാട്ടിലൊക്കെ അദ്ദേഹത്തിന്റെ വോയിസും ആ ഫീലും ഒരിക്കലും നമുക്ക്. നേരത്തെ മറ്റേ ചന്ദന മണിമാതിൽ പറഞ്ഞ പോലെ മഞ്ജരിയുടെ എനിക്കൊരു പാട്ടിൽ അങ്ങനെ അത് പാടോ, ഞാനിങ്ങനെ പാടിച്ചു നടക്കുന്നുണ്ടല്ലേ. എനിക്ക് വളരെ ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോ ഉണ്ടല്ലോ, എന്താന്നറിയില്ല, ഒരു എന്തോ ഒരു ഫീലാണ്. തങ്കക്കിനാവിന്റെ കളിവള്ളമേറി കരളിന്റെ കരളായ പുതുമാരൻ വന്ന, തങ്കക്കിനാവിന്റെ കളിവള്ളമേറി കരളിന്റെ കരളായ പുതുമാരൻ വന്നാൽ ആദ്യം നീ എന്ത് ചെയ്യും മണിയറയിൽ, അവനോടെന്തു നീ കാതിൽ കൊണ്ടി ചൊല്ലും. മറ്റാരും കാണാതെ മറ്റാരും കേൾക്കാതെ കൽവായ കൽവിനു നീ എന്നെന്തു നൽകും ദേവി, പറയാൻ എന്തിനു നാടമ്മായി കണ്ണീരാൻ. ഏഴാംബഹരന്റെ വാതിൽ തുറന്നോളെ അസമുല്ല പോലുള്ള പെണ്ണേ, മുഹബത്തിനിണയായ കണ്ണേ. എത്ര തവണ കേൾക്കും, റിപ്പീറ്റ് അടിച്ച് ഞാൻ കേൾക്കുന്ന പാട്ടിലൊന്നും അതാണ്. ഒന്നതാണ്. പിന്നെ മഞ്ജരിയുടെ പാട്ടിലെ ചില്ലു ജാലകവാതിൽ, അത് പറഞ്ഞ പോലെ സിനിമയിൽ വന്നില്ലെങ്കിൽ കൂടിയും ആ കാലത്ത്, അതായത് കാസറ്റിൽ വന്ന സമയത്തെ ഞാനതിങ്ങനെ റിപ്പീറ്റ് വെറുത്തു പോയിട്ടുണ്ട് എന്റെ വീട്ടില്. അന്ന് അധികം, ഇന്നാണ് മഞ്ജരി അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, അന്ന് അധികം ആളുകൾക്ക് ഇത് അറിയില്ല. ആ സമയത്ത് പോലും ഞാൻ ആ പാട്ട് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേൾക്കും. പക്ഷെ അത് ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കി കണ്ടൊരു സാധനമാണ്. കാരണം ആ പാട്ട് സിനിമയിൽ വന്നിട്ടില്ലെങ്കിലും അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് പോലും ഞാൻ വേദിയിലൊക്കെ പോകുമ്പോ എന്നോട് ചോദിക്കുന്ന പാട്ടായിരുന്നു ചില്ലു ജാലകം. അതിപ്പം ചോദിക്കും,
അതിങ്ങനെ രാത്രിയിലൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ കേൾക്കും. അത്രയ്ക്കും ഇഷ്ടമാണ് ആ പാട്ട്. അതൊരു വേറെ ഈ പറഞ്ഞ പോലെ മഞ്ജരിയുടെ പാട്ടുകളുടെ ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ വേറൊരു എല്ലാ പാട്ടുകളും നമ്മളെ വേറൊരു സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇതൊക്കെ വേറെ സ്പെഷ്യലാണെന്നേ. അത് ഭയങ്കര സ്പെഷ്യലാണ്. അതൊരു ബ്ലെസ്സിങ് അല്ലേ? ഇത്രയും പാട്ടുകൾ അല്ലേ? എത്ര പാട്ടുകൾ എല്ലാ പാട്ടുകളും അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്, വളരെ ഭാഗ്യമാണ്. പിന്നെ എന്താ ചോദിക്കണ്ടേന്ന് പോലും ഞാൻ മറന്നുപോയി പാട്ട് കേട്ടിട്ട്. ചോദ്യം ചോദിക്കാൻ മറന്നുപോയി പാട്ട് കേട്ടിട്ട്. നേരത്തെ ചോദിച്ചു പോലെ ഇപ്പൊ മഞ്ജരിയുടെ മുമ്പിൽ ഇപ്പൊ ഒരു കൺസേർട്ട് ചെയ്യാൻ വരുമ്പോ ഹിന്ദുസ്ഥാനിയുടെ കൺസേർട്ട് ചെയ്യാൻ വരും, അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്, ഏതായിരിക്കും മഞ്ജരി സെലക്ട് ചെയ്യാ കൂടുതലും? അതിപ്പോ വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യം. ഏതെടുത്താലും എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോ അത് അവര് വരുന്നത് അവർക്ക് അത് കേൾക്കണം എന്ന് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടും അത് അങ്ങനെയില്ല, രണ്ടും എല്ലാം ഒരുപോലെ. പ്രാക്ടീസ് ചെയ്യുമ്പോ വീട്ടില് എങ്ങനെയാ ഇപ്പം നിലവിൽ? ഇപ്പൊ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യില്ല വീട്ടില്, കാരണം അത് നമ്മള് ഒരുപാട് സ്ട്രെയിൻ ആവും വോയിസിന്. ഇപ്പൊ ഈ ഷോസിലൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ വോയിസ് സ്ട്രെയിൻ ആണ്. അതുപോലെ പാട്ടും ഇതും എല്ലാം കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് വോയിസ് റെസ്റ്റ് കൊടുത്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഹാർഷായിട്ട് പ്രാക്ടീസ് ചെയ്യില്ല, പക്ഷെ എന്നാലും ചെയ്യും ചില സാധനങ്ങളൊക്കെ. ജസ്റ്റ് ഇങ്ങനെ പാടിയത് ഇപ്പൊ ഈ അടുത്ത് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എനിക്ക് ഇഷ്ടമുള്ളത്, ഗരജ് ഗരജ് ആജ് മേഘ ഘനന ഘനന ഛായോരി ധമക് ധമക് ചമക് ബിരുരി കഹത് ഹരി തുരാൻ ആയോരി. ഇങ്ങനെ ഒരു കോമ്പോസിഷൻ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പാടി പോകുമ്പോ ഞാനിങ്ങനെ ചിലപ്പോ ഇപ്പൊ മഴയിൽ രാത്രി മഴയിൽ പവരെ മമരെ നിജമഴയിൽ ഇങ്ങനെയൊക്കെ ഒരു ഇത് പോകുമ്പം അതിന്റെ ഇടയിലൊക്കെ സ്വരം ഇടാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ എല്ലാവരും അവർക്കത് ഇഷ്ടമാണ് കേൾക്കാൻ. അതെ അതെ അതെ. അപ്പൊ ഞാൻ ചെറിയ ഇംപ്രവൈസേഷൻസ് ഒക്കെ സ്വരങ്ങളിലും ആലാപിലും ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെ കേൾക്കുമ്പോ ഞാൻ ഇപ്പൊ നന്ദിനിയോട് സംസാരിക്കുമ്പോ ഞാൻ എപ്പോഴും പറയും, നന്ദിനി ഇങ്ങനെ സ്വരങ്ങൾ ഇങ്ങനെ റെൻഡർ ചെയ്യുന്ന കേൾക്കാൻ ഭയങ്കര ഒരു രസമാണ്. അതിങ്ങനെ കേട്ടിരിക്കും. അത് എസ്പെഷ്യലി അത് നമുക്ക് നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ലെവലിലേക്ക് പോകാം. ഒരു ഫൺ. അത് പക്ഷെ നമുക്കൊരു റിലാക്സേഷൻ തരും. ഭയങ്കര കുറേ നേരം അങ്ങനെ പാടി കഴിയുമ്പോ എന്തോ ഒരു സംഭവം അല്ലേ, അങ്ങനെ ഒരു സാധനം കിട്ടാറുണ്ടല്ലേ കേൾക്കുമ്പോ. ഭയങ്കര നമുക്ക് കേൾക്കുന്ന ആളുകൾക്കും അത് കേട്ടോ. എനിക്ക് കൂടുതൽ നമ്മുടെ ഏക്താൽ 12 ബീറ്റ്സ് ഏക്താലിൽ പാടാൻ നല്ല സുഖം. ഏക്താലിലുള്ള കോമ്പോസിഷൻസ് പാടിപ്പോയി ഇങ്ങനെ ആ 12 ബീറ്റ്സിന്റെ ഒരു രസമുണ്ട്. അതിനൊരു തബലയില് കേൾക്കാൻ നല്ല രസമാണ്. തബലയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് പേഴ്സണലി തബലയുടെ സ്വരം കേൾക്കാം, പക്ഷെ മഞ്ജരിക്ക് മൃദംഗാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് മൃദംഗം കേൾക്കുമ്പോൾ ഞാൻ കരയും. എനിക്ക് എന്തുകൊണ്ടാണ് തബല കേൾക്കുമ്പോൾ ഭയങ്കര ഇമോഷണലാ. അത് പറഞ്ഞാൽ ഞാനത് കേട്ടപ്പോ ഇങ്ങനെ സിമിലാരിറ്റീസ് ആലോചിച്ച ഓരോരുത്തർക്കും ഓരോ ഇൻസ്ട്രുമെന്റ്സിനോടായിരിക്കുമല്ലോ. മൃദംഗം ഭയങ്കര അങ്ങനത്തെ എന്തോ ഒരു ഫീൽ ഉണ്ട് ആ ഇൻസ്ട്രുമെന്റിന്. അത് കേൾക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു കുളിരാണ്. അപ്പൊ ഐ ലവ് ദാറ്റ് ഇൻസ്ട്രുമെന്റ്. അത് വേറെ തന്നെ ഒരു ഫീലാണ്. ഞാൻ എന്തോ അമ്പലത്തിലെത്തി എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ്. കരഞ്ഞൊക്കെ പോവാറുണ്ടോ? ഞാൻ ഫസ്റ്റ് അരങ്ങേറ്റം ചെയ്യുന്ന സമയത്ത് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് റിഹേഴ്സൽ വെച്ചു. പാടാൻ പറ്റുന്നില്ല കരഞ്ഞിട്ട്. തുടങ്ങിയപ്പോഴത്തേക്ക് അത് നിർത്തി ഞാൻ. അപ്പൊ എന്നോട് ടീച്ചർ പറഞ്ഞു, എന്ത് പറ്റി മോളെ? ഞാൻ പറയോ ടീച്ചർ എനിക്കിത് ശരി തുടങ്ങിയോ? വീണ്ടും തുടങ്ങി, വീണ്ടും കരയാൻ തുടങ്ങി. അപ്പൊ ഇത് അതിന്റെ ആ ഒരു ഫ്രീക്വൻസി വല്ലാത്തൊരു ഫീലാണ്. പാടി പിന്നെ പക്ഷെ അത് ആ ഒരു തുടക്കം ഉണ്ടല്ലോ നമുക്ക് പാടുമ്പോഴത്തേക്ക് ഭയങ്കര ഇൻസ്ട്രുമെന്റ് എനിക്ക് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഹാർമോണിയം വായിക്കും, അല്ലാതെ ഞാൻ ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് ഇൻസ്ട്രുമെന്റ് കേൾക്കാനും കൂടുതലും എന്റെ ടീച്ചേഴ്സ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത് എല്ലാം പഠിക്കാം, പക്ഷെ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് പഠിക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ സിംഗിങ് ഒരു ഇൻസ്ട്രുമെന്റൽ രീതിയിലായി പോകും. അതുകൊണ്ട് ഒരിക്കലും ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് പാടരുത് എന്നുള്ളത് പണ്ട് പറഞ്ഞത് കൊണ്ടായിരിക്കാം പിന്നെ അതിലേക്ക് പോയിരിക്കാഞ്ഞത്.
പക്ഷെ ഹാർമോണിയം വായിക്കും, ഞാനത് വായിച്ച് പാടാറുണ്ട്. പക്ഷെ അല്ലാതെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാതെ പാടാനാണ് കുറച്ചും കൂടി ഒരു ഇഷ്ടം. ഈ ഇടയ്ക്ക് കുറച്ചു കാലം അഭിനയത്തിലേക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പോയി വഴിതെറ്റിപ്പോയി. വഴിതെറ്റി ഞാൻ പറയില്ല, അതുവഴിയൊക്കെ ഒന്ന് പോയി അല്ലേ? അങ്ങനെ ഒരു അഭിനയമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെറിയ ഒരു പാട്ടുകാരി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഈ ഗസല് ചെയ്യുന്ന സമയത്തും നമ്മൾ തന്നെ വിഷ്വലിരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു രസം. ചില കവർ സോങ്ങുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ ആയി ട്രെൻഡ്. അന്ത കാലത്ത് അതൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. ഞാന് നമ്മുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ട്, ഒരിക്കൽ നീ പറഞ്ഞു, അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അതിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല ഞാൻ അഭിനയിക്കും. അപ്പൊ ഞങ്ങൾ പാട്ട് മാറ്റുന്നു. അപ്പൊ എന്നെ ചുമ്മാ അവരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ പാട്ട് മാറ്റും, വേറെ ആളെ കൊണ്ട് പാടിക്കും. അപ്പൊ എനിക്ക് ടെൻഷനായി. പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, അവിടെ പോയിട്ട് വേണുചേട്ടനെ ഞാനും കൂടെ ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഇത് പാടുക, അത്രയേ ഉള്ളൂ. അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു സിനിമയിൽ. പക്ഷെ രസമായിരുന്നു, രാവിലെ പോയി രാത്രി വരെ അവിടെ. കഷ്ടപ്പാടൊക്കെ മനസ്സിലായില്ലേ? പാട്ട് പാടുന്ന ബുദ്ധിമുട്ടില്ലാന്നല്ല, പക്ഷെ എന്നാലും ഒരു വേറൊരു അതെ അത് വേറെ തന്നെ ഒരു ലോകമാണ്. ഒരു സാധനം പ്രൊഡക്ഷൻ ചെയ്ത് ഇവിടെ എത്തിക്കാന്ന് പറയുന്നത്, അത് മ്യൂസിക് ഡയറക്ട് ചെയ്തപ്പോഴും മനസ്സിലായിണ്ടാവുമല്ലോ അല്ലെ? നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴേ അതിന്റെ മനസ്സിലാവും അവർ എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എല്ലാരും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അവരുടെ വർക്ക്. ഇപ്പൊ ചെറിയൊരു ലൈറ്റ് ശരിയാക്കുന്ന ഒരു ആളാണെങ്കിൽ പോലും അത്രയും ഡെഡിക്കേഷൻ ആണ്. അത്രയും നേരം എനിക്ക് ഇത്രയും പാടിച്ചിട്ടൊന്നും മതിയാവണില്ല സത്യത്തില്. പക്ഷെ മഞ്ജരിയുടെ കൂടെ എൻജോയ് ചെയ്തു. കാരണം അതൊരു ഒരു ഫ്രണ്ട്ലി ചാറ്റ് പോലെ എനിക്കതൊരു ഇന്റർവ്യൂ പോലെ ഇന്നൊന്നും തോന്നിയില്ല. അത് പാട്ടിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ടായിരിക്കും, കണ്ണൂർക്കാരായതുകൊണ്ടായിരിക്കും. അപ്പൊ ഇനി പുതിയ പുതിയ കോൺസെപ്റ്റുകളും പുതിയ സാധനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഗസലുകൾ വരുന്നുണ്ട്, പുതിയ ഗസൽസ്. ഞാൻ ഒരെണ്ണം കമ്പോസ് ചെയ്ത് കഴിഞ്ഞു, അതെല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പൊ അത് ഇറങ്ങാൻ പോകുന്നു. പിന്നെ ശരത് സാറിന്റെ സംഗീതത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അപ്പൊ അത് ഉടനെ ഇറങ്ങാൻ പോകുന്നു. അങ്ങനെ കുറച്ച് മലയാളി പ്രേക്ഷകർ മഞ്ജരിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറെ ഡെപ്തുള്ള പാട്ടുകളാണ്, ഡെപ്തുള്ള സാധനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനെയായി മാറിയിട്ടുണ്ടാവും. മ്യൂസിക് ഡയറക്ടേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഡെപ്തുള്ള പാട്ടുകൾ ഭയങ്കര വെറുതെ ഒരു കവർ സോങ് പോയി ചെയ്യുന്നതിന് പകരം ഇത്രയും കൂടി മ്യൂസിക്കൽ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ അത് മഞ്ജരിയിൽ നിന്ന് കേട്ടത് കൊണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാനും ഞങ്ങളുടെ പ്രേക്ഷകരും ഒക്കെ അതായിരിക്കും പ്രതീക്ഷിക്കുക, എനിക്കത് ഉറപ്പാണ്. കാരണം അത്രയും നല്ല പാട്ടുകളാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം തരട്ടെ. ഇപ്പൊ ഞങ്ങളുടെ സമകാലിക മലയാളം പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഒരുപാട് 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 നന്മ ഉണ്ടാവട്ടെ എന്ന് ഈ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരും ഇന്ന് നല്ല സദ്യയൊക്കെ ഉണ്ട്, നല്ല സുഖമായിട്ട് ഇരിക്കൂ. ഇപ്പം ഫുൾ ഓണം തീരുന്നത് വരെ ഓണം ആഘോഷിക്കുക. ഇനി എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് ഒരു പൊന്ന് ഓണം പോലെ തന്നെ വളരെ 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 ഹാപ്പി ആയിട്ടുള്ളതാവട്ടെ. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളിലും നിങ്ങളുടെ ചിന്തകളിലും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ. എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായി നിങ്ങൾ ഓർക്കുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്നേഹം എനിക്ക് എന്നും ആവശ്യമാണ്. ഇന്നും മഞ്ജരി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന എൻ്റെ സംഗീതത്തിന് തരുന്ന ഒരു സ്നേഹത്തിന് വേണ്ടി മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അത് തുടർച്ചയായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹാപ്പി ഓണം പറയുന്നു. ആതിരയ്ക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഹാപ്പി ഓണം. എന്താണ്? താങ്ക് യു സോ മച്ച് ഇത്രയും നേരം.